السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു നമ്മേവരെയും അവന് ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളെല്ലാം കേടുപാടുകൾ തീർത്ത് അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ തഫ്സീർ ചർച്ച ചെയ്തെത്തിയ പരിശുദ്ധ ഖുർആനിലെ 108-ാമത്തെ അധ്യായം സൂറത്തുൽ കൗസർ, ഇതുമായി ബന്ധപ്പെട്ട 2-3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും. രണ്ടാമതായി ഇസ്ലാമിലെ ബലിദാനം, അതും ഇതര സംസ്കാരങ്ങളിലുള്ള ബലിയും തമ്മിലുള്ള വ്യത്യാസവും, പരിശുദ്ധ ഇസ്ലാമിലെ ബലിദാനം കൊണ്ട് മതം ലക്ഷ്യമാക്കുന്ന ആദർശവും. മൂന്നാമതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ ബന്ധപ്പെട്ടതാണ് അവിടുത്തെ പരമ്പരയുടെ ശ്രേഷ്ഠത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര നിലനിൽക്കുന്നില്ല എന്ന വാദം അങ്ങിങ്ങായി കേൾക്കാറുണ്ടല്ലോ നമ്മൾ. അതുവഴി ഈ ഉമ്മത്തിൻ്റെ ആത്മീകമായ ഔന്നിത്യങ്ങളെ ഇല്ലാതെയാക്കാനുള്ള ഉൽപ്പതിഷ്ണു വിഭാഗങ്ങളുടെ ശ്രമങ്ങളുണ്ട്. ഇത് സൂറത്തുൽ കൗസറിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, 3 ആയത്തുള്ള പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് അൽ കൗസർ. 3 ആയത്തുള്ള സൂറത്തുകൾ വേറെയുണ്ട്, അസർ പോലെയുള്ളത്. പക്ഷെ അതിലെ ആയത്തുകളുടെ എണ്ണെടുത്താൽ, അക്ഷരങ്ങളുടെ എണ്ണെടുത്താൽ അത് സൂറത്തുൽ കൗസറിനേക്കാൾ വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. പൂർവികരാവുന്ന മഹാന്മാർ ഖുർആനിന് ഖിദ്മത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പഠനങ്ങൾ നടത്തിയത് നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനിലെ അക്ഷരങ്ങൾ എണ്ണിക്കണക്കാക്കിയ ഒരു പണ്ഡിതൻ്റെ ഗംഭീരമായ യജ്ഞം നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഗോതമ്പത്തിൻ്റെ കൂമ്പാരം വെച്ച് ഓരോ അക്ഷരം കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് എന്നിട്ട് പകുതിയാക്കി ഓരോ അധ്യായത്തിലുള്ളത് ക്രമപ്പെടുത്തി. എന്തൊരു ഗംഭീര സേവനായിരിക്കും അത്. ഓരോ അക്ഷരത്തിനും പകരം ഗോതമ്പ് വെക്കുക, എന്നിട്ട് പിന്നെ ഗോതമ്പിൻ്റെ മണി എണ്ണാൻ വേണ്ടിയിട്ട്. ഖുറാനിലെ പദം വലിയ തൊലത്തഫ് എന്ന് പറയുന്ന അൽ കഹ്ഫിലെ ഒരു പദം, അതാണ് ഖുറാന്റെ ഏറ്റവും സെൻട്രലിലുള്ള പദം. അധ്യായമല്ല ഞാൻ പറയണത്, സൂറത്തുൽ കഹ്ഫിലെ ഏകദേശം മധ്യഭാഗത്ത് വരുന്ന ഫല്ല തൊലത്തൊഫ്, ഖുറാന്റെ മധ്യം ലുത്തുഫിനെ, ആർദ്രതയെ, പരസ്പരമുള്ള വിട്ടുവീഴ്ചയെ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഖുറാനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഇത് അവതരിച്ചപ്പോഴാണ് അൽ ബഖറയുടെ 23-ാമത്തെ വചനത്തിലുള്ള ഒരു വെല്ലുവിളി നമുക്ക് സാധ്യമായേക്കുമെന്ന് അന്നത്തെ സാഹിത്യ പണ്ഡിത പ്രഭുക്കൾക്ക് തോന്നിയത്. നമുക്കറിയാവുന്നതുപോലെ ഖുർആന്റെ അമാനുഷികതയുടെ വൈസ്ഫുരണം ഖുർആൻ തന്നെ നടത്തുന്ന തെളിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഖുർആനിലെ ഒരു അധ്യായത്തിന് തുല്യമായത് കൊണ്ടുവരിക എന്നതാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നതല്ല, സൂചിപ്പിക്കുക മാത്രം ചെയ്യാം. ആദ്യം ഖുർആനിന് തുല്യമായത് കൊണ്ടുവരാനായിരുന്നു വെല്ലുവിളി. അത് അസാധ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ 10 അധ്യായത്തിന് തുല്യമായത് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചു. ഇന്നത്തെ വലിയ പണ്ഡിതന്മാർ, ഷാഇർ എന്നാണ് കവിക്ക് പറയാം. ഷുഊർ എന്ന് പറഞ്ഞാൽ ബോധം, വിജ്ഞാനം, വിസ്ഡം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഷാഇർ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമാനും വലിയ പണ്ഡിതനും. അപ്പൊ ഷാഇർ ആണ് അന്നത്തെ ഏറ്റവും വലിയ ആലിം. ആലിം എന്നല്ല അന്ന് പ്രയോഗം, ഷാഇർ എന്നായിരുന്നു. വലിയ ഷുഊറും ബോധവും വിസ്ഡവും വിജ്ഞാനവും ഉള്ള അങ്ങനത്തെ വലിയ പണ്ഡിതന്മാരാകുന്ന സാഹിത്യ ലോകത്തെ വല്ലഭന്മാർക്കിടയിൽ
ഖുർആന് തുല്യമായത് കൊണ്ടുവരാനുള്ള വെല്ലുവിളി അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ വെല്ലുവിളിയെ കുറച്ചുകൂടെ ചുരുക്കി കൊടുത്തു ഖുർആൻ 10 അധ്യായം കൊണ്ടുവരാൻ. കാലങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ടും 10 അധ്യായത്തിന് തുല്യമായത് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. ഈ സന്ദർഭത്തിലാണ് അൽ ബഖറ അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം അവതരിക്കുന്നത്. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി. നമ്മുടെ അടിയാറിന് നാം അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായോ മറ്റോ നിർമ്മിച്ചുണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി, ആ ഖുർആനിലെ ഒരധ്യായത്തിന് തുല്യമായത് നിങ്ങളും കൊണ്ടുവന്നു നോക്കൂന്ന്. ഈ ഒരു വെല്ലുവിളി അവരുടെ മനസ്സിലിങ്ങനെ എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ 108-ാമത്തെ അധ്യായം അവതരിക്കുന്നത്. അവർക്ക് വലിയ ആവേശമായി. കാരണം ഒരൊറ്റ വരിയിൽ ഒതുങ്ങുന്ന സൂറത്താണിത്. 3 കുഞ്ഞു വാക്യങ്ങൾ. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ 1, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ 2, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ 3. ഇത്ര വലിയ പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരുമായിട്ടും ഈ ഒരു ചെറിയ അധ്യായത്തിനോട് ഈക്വലാകുന്ന ഒരധ്യായമെങ്കിലും കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുമെന്ന് അവർ ന്യായമായും അവരുടെ ആ വലിയ ഖുർആൻ വിരോധത്തിൽ നിന്ന് അവർക്ക് ന്യായമായി തോന്നി. അവരങ്ങനെ തന്നെ ചിന്തിച്ചു. അങ്ങനെയാണ് അവർ ലബീദ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും ശ്രേഷ്ഠ കവിയെ സമീപിക്കുന്നത്. അദ്ദേഹം സത്യത്തിൽ വലിയൊരു ടാസ്ക് ആണെങ്കിലും ഇത് ഏറ്റെടുത്തു. പക്ഷേ ഖുർആനിലെ ഒരു അധ്യായമാകുന്ന അൽ കൗസറിന് പകരം ചെറിയൊരു അധ്യായം നിർമ്മിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് ഒരൊറ്റ വർഷമായിരുന്നു. അറബി സാഹിത്യത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ട് നമുക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇതെന്താന്ന് നമുക്കത് തിരിയാത്തത്. ഇത്ര പോന്നൊരു ചെറിയ സാധനം കൊണ്ടുവരാൻ എന്തിനാണ് ആ വലിയ കവി ശ്രേഷ്ഠന് 1 വർഷം എന്ന് നമുക്ക് മനസ്സിലാവാത്തത്? എന്താണ് ഖുർആനെന്നും എന്താണ് അറബി സാഹിത്യം എന്നും നമുക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. കാലങ്ങളോളം അദ്ദേഹം മെനക്കെട്ടു. ഇടക്കിടക്ക് വരെ ചെല്ലും ഖുർആൻ നിർമ്മാണത്തിന്റെ പുരോഗതി മനസ്സിലാക്കാൻ. അപ്പോഴൊക്കെ നിരാശയായിരുന്നു ഫലം. അദ്ദേഹം പറയും ഇനിയുണ്ടല്ലോ സമയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരാശ്വസിപ്പിക്കും. കുറേ കടലാസും കുറേ ഇലയും പലതും കുത്തിക്കുറിച്ച് അദ്ദേഹം തന്നെ കീറിയിട്ടതിൻ്റെ കുംഭാനം എപ്പോൾ ചെല്ലുമ്പോഴും കാണും. അദ്ദേഹം ഒന്ന് നിർമ്മിക്കും. പിന്നെ അദ്ദേഹം ഓതുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ അയാൾക്ക് തോന്നും ഇതായിട്ട് പുറത്തിറങ്ങിയ മാനം കെടും, ഇതൊന്നുമല്ല ഖുർആൻ. ചുരുക്കി പറയാം, അദ്ദേഹം ഒരു ദിവസം കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അയാളുടെ വളരെ പ്രസിദ്ധമായൊരു കവിതയ്ക്കപ്പുറത്ത് എന്തോ ഒന്ന് തൂങ്ങിക്കിടക്കുന്നത് ദൂരെ നിന്ന് കണ്ടു. അന്നത്തെ ഒരു രീതിയാണത്. ഏത് ഗോത്രത്തിനും വലിയ കവി ഉണ്ടാകും. ആ ഗോത്രത്തെ മഹത്വപ്പെടുത്തിയ കവി ഇടക്കിടക്ക് കവിതകൾ രചിക്കും. അത് കഅബയിൽ അവർ തൂക്കിയിടും. ഇനി മറ്റേതെങ്കിലും ഗോത്രക്കാർ ഇതിന് വിരുദ്ധമായ വെല്ലുവിളിയാകുന്ന മറ്റൊരു കവിത നിർമ്മിച്ച് അടുത്ത് തൂക്കണം. അതുവരെ ഈ ഗോത്രമാണ് അവരുടെ സാഹിത്യ കച്ചേരിയിൽ ചന്തയിൽ മികച്ചു നിൽക്കുക. തൻ്റെ കവിതയ്ക്ക് ആരോ വെല്ലുവിളി നടത്തിയിട്ടുണ്ട് എന്ന ആവേശത്തിൽ അദ്ദേഹം ഓടിച്ചെന്ന് ആ അടുത്തുള്ള തൂക്കിയിട്ട കവിത വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു സഹാബി വര്യൻ സൂറത്തുർ റഹ്മാനിലെ 13 വചനങ്ങൾ എഴുതി തൂക്കിയതായിരുന്നു. റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഇതിങ്ങനെ വായിക്കുകയാണ് അദ്ദേഹം. അങ്ങനെ നിന്ന് ഉറക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അരിയിൽ നിന്ന് വല്ലാത്തൊരു ഇലക്ട്രിക് പ്രവാഹം അയാളുടെ തലച്ചോറിനെ മതിച്ചുകൊണ്ടിരുന്നു. ബേജാറ് പിടിച്ചു മനുഷ്യൻ. പൂർത്തിയാക്കാൻ കഴിയണില്ല മൂപ്പർക്ക്. കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. തലച്ചോറിൽ 100,000 സംഘർഷങ്ങൾ ഒന്നിച്ച് രൂപപ്പെട്ടു. തിരിഞ്ഞു നടന്നു അദ്ദേഹം. പിന്നീട് ഓട്ടമായി. ഇലാ ഹളറത്തി മുഹമ്മദിൻ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പോയി പഞ്ചപുച്ഛമടക്കി അദ്ദേഹം കീഴടങ്ങണ്. ഇനി ഞാൻ കവിത രചിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് റബീഅ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം പിന്നെ കവിത രചിക്കലങ്ങ് നിർത്തി.
കൂട്ടുകാർ ചോദിക്കും, എന്തേ കവിത രചിക്കാത്തു? നല്ല കവിയായിരുന്നല്ലോ എന്ന്. അദ്ദേഹം പറയുന്നൊരു വർത്താനുണ്ട്, കഫാനി അൽ ഖുർആനുൽ അദീം, പരിശുദ്ധ ഖുർആൻ എന്നെ ഒതുക്കി കളഞ്ഞു. ഖുർആന്റെ സൂര്യശോഭയ്ക്ക് മുന്നിൽ എൻ്റെ മെഴുകുതിരിവട്ടത്തിന് എന്ത് പ്രസക്തി? അദ്ദേഹം പിന്നെ കവിത രചിച്ചില്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ലോകത്തുള്ള കവികൾ പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠ വചനം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ലബീദിന്റെ അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു എന്ന് പറയുന്നതാണെന്ന്. അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു, അറിയണേ അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം നശിക്കുക തന്നെ ചെയ്യും. വകുല്ലു നഈമിൻ, എന്തൊരനുഗ്രഹവും, ലാ മഹാലത, നിശംശയം, സായിലു, അത് നീങ്ങുക തന്നെ ചെയ്യും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്ര ചെറിയ ഒരു അധ്യായത്തിൽ ഖുർആൻ ഒളിപ്പിച്ചു വെച്ച ആശയ സാഹിത്യ ഗാംഭീര്യം, അത് തിരിച്ചറിയാൻ അറബി സാഹിത്യത്തിന്റെ എല്ലാ തന്തുക്കളെയും കുറിച്ച് കൃത്യമായി അറിയുന്ന ലബീദ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, കുറുക്കൻ ആമനെ കിട്ടിയ പോലെ. അങ്ങനെയാണ് ഖുർആൻ കൊണ്ട് നമ്മളൊക്കെ കൈകാര്യം ചെയ്യണത്. ഗംഭീരമായി അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ഖുർആന്റെ എല്ലാവിധ വൈജ്ഞാനികമായ കാര്യങ്ങളും നേടിയെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ 1 100 ജന്മം കൊണ്ട് സാധ്യമല്ല. നമ്മൾ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് പ്രധാനമായും നമ്മളെ പാരായണത്തിലൊക്കെ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ഓതുക, മഖ്റജൊക്കെ ശരിയാക്കി ഓതുക പരമാവധി. ബിസ്മില്ലാഹി എന്നയുടെ ഒരു ഓത്ത് കേട്ടു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദേഹത്തിന് ഷീനൊരു വല്ലാത്ത ദൗർബല്യമാണെന്ന് തോന്നുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഫുള്ള് ഷീനാണ്. നമുക്ക് ദൂരം നിന്ന് ആലോചിക്കുമ്പോൾ ചിരി വരും. ഈ കുറേയുടെ അടുത്ത് വരുന്നിടത്ത് അല്ലദീ യുവശ്വിഷു ഫീ ശുദൂരിന്നാസ്, ആകെ മൊത്തം ടോട്ടലി കുഴപ്പമില്ലേ. അക്ഷരത്തിന്റെ മഖ്റജ് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോവുക. അപ്പോഴേ കുറച്ച് ഈമാൻ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഓടിച്ച് ഓവർടേക്ക് ചെയ്യാനുള്ള, അടുത്ത ആയത്തിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ആ ശ്രമം ഒന്ന് ഉപേക്ഷിക്കുക. പിന്നെ ജന്നത്ത് വരുമ്പോൾ ഇത് സ്വർഗമാണെന്ന ബോധത്തിൽ മനസ്സിലെങ്കിലും പ്രാർത്ഥനയുണ്ടാകുക. റസൂലിന്റെ ദുആ ഖുർആൻ ഓതുമ്പോൾ എത്രയായിരുന്നു. നമ്മളെയും നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഖുർആനൊക്കെ ഓതുമ്പോൾ പടച്ചോനെ എനിക്കത് തരണേ ഇത് തരണേ എന്നിങ്ങനെ മലയാളത്തിൽ പറയാനൊന്നും പറ്റൂല. അത് നിസ്കാരമായതുകൊണ്ടാണ്. നിസ്കാരം അല്ലാത്തടത്താണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം. ജന്നത്ത് വരുമ്പോൾ നമുക്കറിയാലോ അത് സ്വർഗത്തിനെ കുറിച്ചാണ്. പടച്ചോനെ എനിക്കത് തരണേ. ഈ ഖുർആൻ ഓതണീൻ്റെ ഇടയിൽ വെച്ചിട്ട് നമ്മളതങ്ങനെ ചോദിക്കുമ്പോൾ പടച്ച റബ്ബ് എന്തായാലും അത് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. നാറ് വരുമ്പോൾ അതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണേന്ന്. അതുപോലെ ഖബറിനെ പറ്റി പറയുമ്പോൾ പടച്ചോനെ അവിടെ എനിക്ക് വലിയൊരു സൗഖ്യം തരണേന്ന്. അങ്ങനെ ഖുർആനിൽ ലയിച്ചങ്ങനെ പോകുക. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിലെ എല്ലാ താത്വികമായ വിശകലനത്തിലേക്കൊന്നും കടക്കാൻ സാധാരണ നമുക്കൊന്നും പറ്റൂല. എന്നാലും ഖുർആനിൻ്റെ ഒരു മഹബത്ത് മുന്നിൽ വെക്കുക. നമ്മളീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആൻ എന്ന് പറയുന്ന ദൈവിക വചനങ്ങളുടെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഊക്കും വമ്പൊക്കൊന്ന് നമ്മൾ ഉൾക്കൊള്ളുക, ഓതുമ്പോഴും ഓതാത്തപ്പോഴും ഒക്കെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞതുപോലെ 3 ആയത്താണ് ഈ അധ്യായത്തിലുള്ളത്. തുടങ്ങുന്നത് ഇന്ന അഅ്തൈനാക്കൽ കൗസർ, നബിയെ അങ്ങേക്ക് ഞാൻ കൗസർ നൽകിയിരിക്കുന്നു. കൗസർ എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി കസീറിൻ്റെ ഒരു സൂപ്പർലാറ്റീവ് പ്രയോഗമാണ്. കസീർ പറഞ്ഞാൽ വർദ്ധനവ് നമുക്കറിയാം. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം ധാരാളം. ഭാഷാപരമായി അത് അറബികളുടെ ഒരു പ്രയോഗത്തിൽ അവര് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അങ്ങനെയാണ്, ഗുണവും പിന്നെ അതിൻ്റെ എണ്ണവും ഒക്കെ വർദ്ധിക്കുമ്പോൾ കൗസർ എന്ന് പ്രയോഗിക്കാറുണ്ട്. ജാനി ബി കൗസരിൻ, ദൂരെയായിരുന്ന ഗൾഫിലായിരുന്ന എൻ്റെ മോൻ വന്നു, ബി കൗസരിൻ, ധാരാളം വസ്തുക്കളുമായിട്ട്. അങ്ങനെ പ്രയോഗിക്കാം, ജാനി ബി കൗസരിൻ.
അറബി കവിതകളിൽ അങ്ങനെ തന്നെ ഇതിൻ്റെ പ്രയോഗമുണ്ട്. അപ്പോൾ ഭാഷാപരമായി നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരിക? ഇന്നാഴ്ത്തുനാക്കൽ കൗസർ, റസൂലെ അങ്ങക്ക് ഞാൻ ധാരാളം നൽകിയിരിക്കുന്നു, ധാരാളമായി നാം അങ്ങേക്ക് നൽകിയിരിക്കുന്നു. അത് എവിടുന്ന് തുടങ്ങണം? പ്രവാചകത്വം മുതൽ. ലോകത്ത് എത്രമേൽ മനുഷ്യർ കടന്നുപോയി. ആ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു. അതിന് മുസ്ലിം ലോകത്ത് സമഖ്ശരി എന്ന് പറയുന്ന മുഅ്തസിലി പണ്ഡിതനല്ലാത്ത ഒരാൾക്കും തർക്കമില്ലാത്തൊരു സംഗതിയാണ് ഹബീബായ നബി തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠ വ്യക്തിത്വമാണെന്നത്. അൽബാനി എന്ന് പറയുന്ന ആധുനികനാകുന്ന ഒരു മുജാഹിദ് നേതാവുണ്ട്, ഗൾഫുകാരൻ, മരിച്ചുപോയി. അയാൾ മാത്രമാണ് ആധുനികരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് എങ്ങനെ നമ്മൾ പറയാന്നുള്ളൊരു ഫത്വ കൊടുത്തിട്ടുള്ളത്. ഞാൻ വ്യക്തിവിമർശനം നടത്താനല്ല അത് പറഞ്ഞത്. അദ്ദേഹത്തെ പോലെയുള്ള കുറേ ഗൾഫ് പണ്ഡിതന്മാരുണ്ട്. അവർ പറയണതിനപ്പുറത്തേക്ക് ദീനില്ലെന്ന് വിശ്വസിക്കുന്ന കുറേ പരമസാധുക്കളുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ സമഖ്ശരി എന്ന മുഅ്തസിലി പണ്ഡിതനല്ലാതെ, മുഅ്തസിലികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് എത്രമേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഭാഗമാണ്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒക്കെ 2 വർഷത്തിലേറെ കൊടിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നത് മുഅ്തസിലികളുടെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അവർ വാദിച്ചു. ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതല്ലെന്നും പടച്ച റബ്ബിന്റെ വിശേഷണം സിഫത്താണെന്നുമാണ് ലോക മുസ്ലിങ്ങളുടെ അഭിപ്രായം. പരിശുദ്ധ ഖുർആനും ഹദീസും അതാണ് പറയുന്നത്. സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു സ്രഷ്ടാവുണ്ട്, ഒരു സൃഷ്ടിയുണ്ട്. ഇപ്പൊ ഇത് നിർമ്മിച്ചത് ഏതെങ്കിലും ഒരു ലഹാം വെൽഡർ ആയിരിക്കും. അപ്പൊ വെൽഡറുണ്ട്, ഇതുണ്ട്. അള്ളാഹുവിന്റെ കലാമാകുന്ന സിഫത്ത് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വന്നാൽ അള്ളാഹു അല്ലാത്ത മറ്റൊന്നാണ് കലാം എന്ന് പറയേണ്ടി വരും. അള്ളാഹുവിന്റെ സിഫത്തുകളോ സിഫാത്തുല്ലാഹി ലൈസത് ഐന ദാത്തി വലാ ഗൈറൻ സിവാഹു ദംഫിസാലി. അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ചെറിയ കാലം മുതൽ മുതഅല്ലിമീങ്ങൾ പഠിച്ചു വരുന്നതാണ്. അള്ളാഹുവിന്റെ സിഫത്ത് മറ്റൊന്നല്ല, അള്ളാഹു അല്ലാത്ത മറ്റൊന്നല്ല സിഫത്ത്. അപ്പൊ മുഅ്തസിലികൾ ഇങ്ങനെ ഒരു വാദം നടത്തുകയും ഭരണ രാഷ്ട്രീയ സ്വാധീനം നേടുകയും അള്ളാഹുവിന്റെ കലാമാണ്, അത് സിഫത്താണ്, ഒരിക്കലും മഖ്ലൂഖല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെ കഠോരമായ പീഡനങ്ങൾക്ക് വിധേയരാക്കുകയും ചെയ്തു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അതിന്റെ മികച്ച ഉദാഹരണമാണ്. വേറെയും കുറേ പണ്ഡിതന്മാർ തല മുറിച്ചെടുത്തിട്ട് 1 വർഷം ബഗ്ദാദിൽ തൂക്കിയിട്ടവരൊക്കെ ഉണ്ട്. എത്ര തിരിച്ചാലും തല ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞു നിന്നിട്ടും ഈ തൂക്കണ അന്തം കമ്മികൾക്ക് ഒരു ബോധമില്ലാത്ത പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. തല മുറിച്ചെടുത്തിട്ട് കെട്ടി തൂക്കുമ്പോൾ എത്ര തിരിച്ചാലും അതങ്ങോട്ട് ഖിബലന്റെ അടുക്ക് തന്നെ തിരിഞ്ഞു നിൽക്കും. എത്രമേൽ ക്രൂരമായ പീഡനം വലിയ വലിയ മഹാന്മാർ നേരിട്ടു. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ 3 ചങ്ങലയിലാണ് ബന്ധിച്ചത്. 3 ചങ്ങലയിൽ നിസ്കരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനും ജയിലിൽ പോലും തീരെ വയ്യാണ്ട വന്നപ്പോ മഹാനുഭാവൻ തൻ്റെ പൈജാമയുടെ കയറൂരി, എന്നിട്ട് പൈജാമ കൂട്ടിയിട്ട് അങ്ങനെ തുമ്പ് വെച്ച് അവിടെ കെട്ടിവെച്ചു. എന്നിട്ട് ഈ കയറ് കൊണ്ട് 3 ചങ്ങലയും ഒന്നിച്ച് കെട്ടിയിട്ട് തൻ്റെ ഇടത് ഷോൾഡറിൽ തൂക്കിയിട്ടു. എന്നാൽ എല്ലാ ചങ്ങലയും കൂടി അവിടെ നിൽക്കുമ്പോൾ കുറച്ചൊക്കെ നിസ്കരിക്കാം എന്നതിന് വേണ്ടി 1 വർഷമല്ല 2.5 വർഷം ഇമാമുന ഷാഫി മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങയുടെ ശിഷ്യൻ വലിയ മഹാപണ്ഡിതൻ അഹ്മദ് ഇബ്നു ഹംബലിന് അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് സ്വപ്ന ദർശനം നടത്തുന്നു. അത് അഹ്മദ് ഇബ്നു ഹംബലിനെ അറിയിക്കണമെന്നും ഹബീബായ നബി തങ്ങൾ ഇമാമുന ഷാഫി തങ്ങളെ ഏൽപ്പിക്കുന്നു. നേരം വെളുത്തു. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഇമാമുന ഷാഫി ഒരു ചെറിയ കത്തെഴുതി തൻ്റെ മറ്റൊരു പ്രധാന ശിഷ്യനാവുന്ന റബീഉൽ മറാദിയെ വിളിച്ചു റളിയല്ലാഹു അൻഹു. അഹ്മദ് ഇബ്നു ഹംബലിന് ഈ കത്തൊന്ന് കൊടുക്കണം, അവിടെ എത്തുവോളം ഇത് തുറന്നു നോക്കരുത്. മഹാനുഭാവൻ ആവേശപൂർവ്വം യാത്ര പോയി.
2 ആഴ്ച കഴിഞ്ഞ് അന്ന് വീട്ടുതടങ്കലിലായിരുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സമീപിച്ച് ഈ കത്ത് നൽകുന്നു. ഇമാം ഷാഫിഈ തങ്ങളെ മടങ്ങി വന്ന് കാണുകയാണ് റബീഉൽ മറാദി. ഇമാം ഷാഫി ചോദിച്ചു, എന്തൊക്കെയാ സംഭവിച്ചത്? ഞാൻ ചെന്നു. അഹ്മദ് ബിൻ ഹംബൽ വല്ലാത്ത ക്ഷീണിതനാണ്, ശരീരത്തിൽ വലിയ അക്രമങ്ങളുടെ പാടുകളുണ്ട്. ഞാൻ ആ കത്ത് നൽകി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ കത്ത് ആവേശപൂർവ്വം തുറന്ന് വായിച്ച് ചുംബനം നൽകി പൊട്ടി പൊട്ടി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എനിക്ക് അവിടുത്തെ ഒരു ജുബ്ബ സമ്മാനം തന്നു. മഹാനായ ഇമാം ഷാഫി തങ്ങൾ ആ ജുബ്ബ ഒന്ന് കൊണ്ടുവരാൻ പറയുന്നു, ഒരു ബക്കറ്റ് വെള്ളവും. ആ ജുബ്ബ ആ ബക്കറ്റിലിട്ട് ആ വെള്ളം ഇമാം ഷാഫി തങ്ങൾ കുടിക്കുന്നു, ശരീരമാസകലം ഒഴിക്കുന്നു. എന്നിട്ട് റബീഉൽ മറാദിയോട് പറയാണ്, മോനെ, വളരെ ദൂരെ യാത്ര ചെയ്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കണ്ട് എൻ്റെ ദൂത് നൽകി, പിന്നെയും ദൂരം യാത്ര ചെയ്ത് മടങ്ങി വന്നപ്പോ അഹ്മദ് ബിൻ ഹംബൽ അങ്ങേക്ക് സമ്മാനിച്ച ഈ ഒരു ജുബ്ബ വലിയ ഒരു ആവേശത്തിൽ അങ്ങ് കൊണ്ടുവന്നതല്ലായിരുന്നുവെങ്കിൽ ഇതെനിക്ക് തരുമെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ നീ വലിയ സന്തോഷത്തിൽ കൊണ്ടുവന്ന ഈ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് വെള്ളത്തിലിട്ട് ആ വെള്ളം കൊണ്ട് ബറക്കത്തെടുക്കാൻ ശ്രമിച്ചത്. സ്വന്തം ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ, 10 ലക്ഷം കാണാതെ പഠിച്ച മഹാപ്രതിഭ. തനിക്ക് ഏതെങ്കിലും ഒരു മസ്അലക്ക് ഹദീസ് കിട്ടാതെ വന്നാൽ ഇമാം ഷാഫി ആ വിഷയത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അതാണ് എൻ്റെ മസ്അല എന്ന് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ കുറിച്ച് അഭിമാനം പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശിഷ്യന്റെ വസ്ത്രം വെള്ളത്തിലിട്ട് മുക്കി അതിൽ നിന്ന് ബർക്കത്ത് നേടുന്ന മഹാപണ്ഡിതനാകുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവരുടെ ഈ ഒരു സൗഹൃദത്തിന്, ഈ ഗുരുശിഷ്യ ബന്ധത്തിന്, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അഹ്മദ് ബിൻ ഹംബൽ സഹിച്ച ത്യാഗങ്ങളെയോർത്ത് അവിടുത്തെ ശരീരം സ്പർശിച്ച ജുബ്ബയിൽ നിന്ന് ബർക്കത്ത് നേടുന്ന, അത് തൻ്റെ ശിഷ്യനോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഇമാം ഷാഫി തങ്ങളോട് ഏതെങ്കിലും ഒരു ബർക്കത്തുള്ള സാധനം തൊടുമ്പോഴേക്ക് ദേ ഒന്ന് ശിർക്ക് എന്ന് പറഞ്ഞ് മുത്തറസൂലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇത്തിരി വിനയത്തോടെ നിൽക്കുമ്പോഴേക്ക് ശിർക്ക് എന്ന് പറഞ്ഞ് ഓടിക്കുന്ന ഈ ആധുനിക ചില മുസ്ലിം കോലക്കാരെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുത്തുക? നമ്മൾ ആലോചിച്ച് നോക്കുക. ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ ഇമാം ഷാഫി തങ്ങളെപ്പോലെ അഗ്രേസ്യനായ ഒരു പണ്ഡിതൻ ആ കാലത്തുണ്ടോ? അവിടത്തേക്ക് വല്ല ആവശ്യവും ഉണ്ടാകുമ്പോൾ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യും, 2 റക്അത്ത് നിസ്കരിക്കും, അവിടെ വെച്ച് പ്രാർത്ഥിക്കും. ഇമാം ഷാഫി പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് മടങ്ങി വരുമ്പോഴേക്ക് എൻ്റെ കാര്യം നേടിയിരിക്കും. താരീഖുൽ ബഗ്ദാദ് അടക്കം എത്രയെത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നു. തനിക്ക് ഏറ്റവും ഗൗരവകരമായ വല്ല ആവശ്യം ഉണ്ടാകുമ്പോൾ അത് നിവർത്തിക്കാൻ വേണ്ടി മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന മാർഗം താൻ ജനിച്ച അന്ന് മരണപ്പെട്ട മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യലാണ്. സ്വകാര്യമായിട്ട് ചെയ്തിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അതങ്ങനെ ഒളിപ്പിച്ചു വെക്കലല്ല, മറിച്ച് അത് വിളിച്ചു പറഞ്ഞു. എന്തിനായിരിക്കും? ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ ഖബർ സന്ദർശിച്ചാൽ അത് ശിർക്കാണെന്നും അത് നസാറാക്കളുടെയും ജൂതരുടെയും ശൈലിയും സംസ്കാരവുമാണെന്ന് ആരെങ്കിലും പിൽക്കാലത്ത് പറയുകയാണേൽ, അങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും. ഇമാമുന ഷാഫിഈയെ അവരെങ്ങനെ വിലയിരുത്തുമെന്ന് മഹാനായ ഇമാം ഷാഫി തങ്ങൾ ഉറക്കെ പറയുമ്പോൾ, ഇത് ഉറക്കെ പറയാണ്, വലിയ പണ്ഡിതന്മാർ അത് അവരുടെ മഹാഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുവാണ്. ഈ ഒരു ആത്മീയതയെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് ദീനിനെ, ഒരു റെഡിമെയ്ഡ് ദീനിന്റെ ഒരു പുറംപൂച്ചിലേക്ക് കയറാൻ പറ്റൂല, അത് ഉൾക്കൊള്ളാനും പറ്റൂല. അത് ഉൾക്കൊണ്ട് തുടങ്ങിയിടത്താണ് ഈ സമൂഹത്തിന് അപചയം വന്നത്. ഒരു ദുരുദ്ദേശത്ത് പറയല്ല ഞാൻ. ഇമാം ഷാഫി തങ്ങളെ മാറ്റി നിർത്തിയിട്ട് പിന്നെന്ത് ഇസ്ലാമിക വിജ്ഞാന ശൃംഖലയാണ്? അവിടുത്തെ മാറ്റിവെച്ചിട്ട് ഈ ദീൻ എങ്ങനെയാണ് നമ്മിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ പറയാം. മറ്റൊരു കാര്യം കൂടി നോക്കുക, തൻ്റെ ശിഷ്യനോടുള്ള സമീപനം.
എങ്ങനെയാണ്? തന്റെ ശിഷ്യന്റെ ശരീരത്തിൽ സ്പർശിച്ചു എന്നത് മാത്രമാണ് ജുബ്ബയുടെ പ്രത്യേകത. അത് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കാൻ മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു തയ്യാറാകുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഇതൊക്കെ കാണുള്ളൂ. തന്റെ ശിഷ്യനും മകനുമായ തച്ചൻ തന്നേക്കാൾ വൈഭവം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോ അയാൾ താഴെ പണിയെടുക്കുമ്പോ മുകളിൽ നിന്ന് ഉളി തലയ്ക്കിട്ട് കൊന്ന പെരുന്തച്ഛന്റെ കഥയല്ല ഇത്. തന്നേക്കാൾ മികച്ചു വരരുത് എന്നതാണ് പ്രശ്നം. പറയപറ്റ പന്തുരുകുലം നമുക്കറിയാം. മധുസൂദനൻ നായരുടെ കവിതയൊക്കെ പലപ്പോഴും നമ്മൾ പാടി നടക്കാറുണ്ട്. 12 മക്കളെ പെറ്റൊരമ്മേ എന്നും പറഞ്ഞിട്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് പെരുന്തച്ഛൻ. ശിഷ്യനാണ്, മകനുമാണ്, പക്ഷെ എന്നേക്കാൾ മികവ് കാണിച്ചു. അങ്ങനെയാണ് ഐതിഹ്യം, നമുക്കറിയില്ല. ഖതീബ് തിബ്രീസിയാണ് മിഷ്കാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം, ഹദീസ് ഗ്രന്ഥം സമാഹരിക്കുന്നത്. ആ ഖതീബ് തിബ്രീസിയുടെ ആ ഗ്രന്ഥത്തിന് വിശദീകരണ ഗ്രന്ഥം രചിക്കുന്നത് തന്റെ ഉസ്താദാവുന്ന അല്ലാമ ത്വീബിയാണ്. ശിഷ്യനെഴുതിയ പുസ്തകത്തെ വിശദീകരിച്ച് വാള്യങ്ങളുള്ള ഗ്രന്ഥം രചിക്കാൻ ആ ഉസ്താദിന് ഒരു വിമ്മിട്ടുണ്ടായില്ല. ആലോചിക്കുങ്ങൾ എന്താ അതിന്റെ സീരിയസ്നെസ്. ശിഷ്യനൊരു കിതാബ് ഉണ്ടാക്കുക, ഒറ്റവാള്യത്തിലുള്ള ഒരു തടിച്ച കിതാബ് ഉണ്ടാക്കുക, അതിനെ വിശദീകരിച്ച് 10-25 വാള്യത്തിലായിട്ട് ഉസ്താദ് വേറെ ഗ്രന്ഥം ഉണ്ടാക്കുക. നമ്മുടെ അറബി കിതാബിന്റെ ഒക്കെ ശൈലി അനുസരിച്ച് ഖൗലുഹു, അദ്ദേഹത്തിന്റെ വാക്ക് ഡാഷ് എന്തോന്ന് ഉദ്ധരിച്ചിട്ട് അതിന്റെ അർത്ഥം എങ്ങനെയെന്ന് പറയുമ്പോൾ അത് ആരുടെ വാക്കാറ്? എൻ്റെ ശിഷ്യന്റെ വാക്ക്. എൻ്റെ ശിഷ്യൻ ഖതീബ് തിബ്രീസി പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് 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 എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു വലിയ വിശാലതയാണ്. നമുക്ക് നമ്മുടെ അധ്യായത്തിലേക്ക് തന്നെ കടന്നു വരാം. മുഅ്തസിലികളാണ് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, പണ്ഡിതന്മാരെ കൊന്നവർ. അവരുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് സമഖ്ശരി. അയാൾക്ക് മാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠനാണോ എന്നതിലൊരു തർക്കമുള്ളത്. അത് ആധുനിക കാലത്ത് ചില ഗൾഫ് പണ്ഡിതന്മാരിൽ ആഘോഷിക്കപ്പെടുന്ന ചിലരും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാകുന്നു. ഖുർആനിന്റെ സാക്ഷ്യമാണത്. മമന റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ളുഹയുടെ ആദ്യ ഭാഗത്ത് അത് സമർത്ഥിക്കുന്നുണ്ട്. മഹാനായ റാസി തന്നെ അവിടുത്തെ തഫ്സീറിൽ തിൽക്കർ റുസുൽ ഫളൽനാ ബഅദുഹും അലാ ബഅദ് വമിൻഹും മൻ കല്ലമല്ലാഹ് എന്ന് പറയുന്ന സൂക്തം വിശദീകരിച്ച് പേജുകളോളം ഹബീബായ നബി തങ്ങളുടെ വൈശിഷ്ട്യങ്ങളും ശ്രേഷ്ഠതയും എല്ലാ സൃഷ്ടികളെക്കാളും അവിടുന്ന് ഉന്നതനാണെന്നതും സമർത്ഥിക്കുന്നുണ്ട് പ്രമാണബദ്ധമായി തന്നെ. മുഅ്മിനീങ്ങൾക്ക് അതിലൊരു എതിർപ്പൊന്നുമില്ല. സൂറത്തുൽ അംബിയാഇന്റെ 107-ാമത്തെ വചനം മാത്രം മതി ഹബീബായ നബി തങ്ങളുടെ സർവോത്കൃഷ്ടത മനസ്സിലാക്കാൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ദൃശ്യപ്രപഞ്ചം, അദൃശ്യമായ പ്രപഞ്ചം പടച്ച റബ്ബിനൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സംഗതികളും, അത് ആലം, ഇതിന്റെ എല്ലാം കാരുണ്യമാണങ്ങ്, അതിനെല്ലാം അവിടുന്ന് അനുഗ്രഹമാണെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയാം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭ്യമായ ഏറ്റവും വലിയ ശ്രേഷ്ഠത അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠനായ അഫ്ളലായ മനുഷ്യനാണ് എന്നാണ്, ഏറ്റവും ഉന്നതനായ പ്രവാചകനാണ് എന്നാണ്. പിന്നെ റസൂലിന്റെ വ്യക്തിപരമായ ശ്രേഷ്ഠതകൾ എണ്ണിപ്പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോകും. അവിടുന്നാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നയാൾ, അവിടുന്നാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാത്മാവ്, അവിടുത്തെ സംഘമാണ് അവിടുന്ന് നേതാവായി എന്നതുകൊണ്ട് മാത്രം ഏറ്റവും ശ്രേഷ്ഠരാകുന്ന ഉമ്മത്തിങ്ങൾ. സൂറത്ത് ആൽ ഇംറാന്റെ 104-ാമത് വചനം, കുൻതും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠ സമൂഹം. എന്തുകൊണ്ട്? ഇമാമുന അബൂ സൂരി അത് വിശദീകരിക്കുന്നുണ്ട്. ലമ്മാ അല്ലാഹു ദാഇനാ ബിമില്ലതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. പടച്ച റബ്ബ് നമ്മളെ അവന്റെ ദീനിലേക്ക് ക്ഷണിച്ചത് ഏറ്റവും ശ്രേഷ്ഠരാകുന്ന മുഹമ്മദുർ റസൂൽ തങ്ങളെ കൊണ്ടായപ്പോ കുന്നാ അക്റമൽ ഉമമി, നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹമായി തീർന്നു. അല്ല, നമ്മളെന്ത് ഈ ഒരു ശ്രേഷ്ഠയിലേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്തേ? നമ്മളതിൻ്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ഒരു പഠനം നടത്തി പരീക്ഷ പാസ്സായിട്ടുണ്ടോ? വിചാരിച്ചിട്ട് പോലും ഉണ്ടോ? ഇല്ല. ലമ്മാ അല്ലാഹു ദാഇനാ, അള്ളാഹു നമ്മളെ ക്ഷണിച്ചത് ബി അക്രമിർ റുസുലി, ഏറ്റവും ശ്രേഷ്ഠരാകുന്ന റസൂലിനെ കൊണ്ടാണ്. അതുകൊണ്ട് കുന്നാ അക്റമൽ ഉമമി, നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരായ സമൂഹമായി തീർന്നു.
ആ റസൂലിനോട് പടച്ച റബ്ബ് പറയാണ്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അങ്ങേക്ക് നാം ധാരാളം നൽകിയിരിക്കുന്നു. അങ്ങേക്കുള്ള പ്രൗഢി, മഹത്വം, ശ്രേഷ്ഠത, സ്ഥാനം, അർറഫീഖുൽ അലയിൽ മറ്റാരുമെത്താത്ത മഹാഉന്നതിയിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വിരാജിക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പറയുന്നു. അത് പടച്ച റബ്ബിന്റെ കലാമ് തന്നെ നമ്മളോട് പറയണ, തിൽക്കർ റസൂലു ഫളലനാ ബഅദുഹും അലാ ബഅദ്. ചില നബിമാരെ മറ്റു നബിമാരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും മുകളിൽ അള്ളാഹു നൽകിയ സ്ഥാനം മുത്തുറസൂലിനുണ്ട്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. അപ്പൊ ഇതിന്റെ കൗസർ എന്നതിന്റെ ഭാഷാപരമായ അർത്ഥത്തിലൂടെ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കാൻ പറ്റുക. ഇനി കൗസർ എന്ന് പറഞ്ഞാൽ ഹബീബായ നബിതങ്ങൾ വിശദീകരിച്ച മറ്റു ചില വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, കൗസർ എന്താണ്? നഹറും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു അരുവിയാകുന്നു. ഖുർആൻ വിശ്വാസികൾക്ക് നൽകുന്ന വലിയൊരു ഓഫറാണ്, അരുവി ഉണ്ടാകുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, സൂറത്തുൽ മുർസലാത്തിന്റെ 41-ാമത്തെ വചനം. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, തഖ്വ പാലിച്ച് ജീവിച്ച ആളുകൾ അവർ ഉയൂൻ, നിരവധിയായ അരുവികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അരുവി ഇല്ലെങ്കിൽ ജീവിതമല്ല. സ്വർഗത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദുനിയാവിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കും. ലോകത്തുള്ള ഏത് നാഗരികതയും രൂപപ്പെടുന്ന ഏതെങ്കിലും ഒരു നദിയുടെ, ഏതെങ്കിലും ഒരു സമുദ്രത്തിന്റെ, ഏതെങ്കിലും ഒരു അരുവിയുടെ സമീപത്താണ്. മെംഫിസിൽ, ഈജിപ്തിൽ ആദ്യത്തെ നാഗരികത രൂപപ്പെടുന്നു നൈലുള്ളത് കൊണ്ട്. ഈജിപ്തിനെ കുറിച്ച് തന്നെ നൈലിന്റെ പുത്രി എന്നാ പറയാം. നൈലില്ലായിരുന്നുവെങ്കിൽ ഈജിപ്ഷ്യൻ നാഗരികത രൂപപ്പെടുകയേയില്ല. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ നാഗരികത മെസോപ്പൊട്ടേമിയൻ നാഗരികത. അത് ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും പക്ഷം ചേർന്ന് രൂപപ്പെടുന്നു. മൂന്നാമത്തെ ഏറ്റവും പഴയ വിസ്തൃതമായ നാഗരികത സിന്ധു നദീതട സംസ്കാരം, ദ്രാവിഡ സംസ്കാരം. അത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സിന്ധു അല്ലെങ്കിൽ രാവി നദി, അതിപ്പല്ല ചേർന്ന് രൂപപ്പെടുന്നു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച് തിളങ്ങി വിളങ്ങാൻ പടച്ച റബ്ബ് തീരുമാനിച്ച പാറാൻ, ബൈബിളിന്റെ ഭാഷയിൽ ബക്ക, മക്ക, അവിടെ ഒരു മഹാനാഗരികത രൂപപ്പെടണം, ജനസഞ്ചയം രൂപപ്പെടണം. അതിനുവേണ്ടി പടച്ച റബ്ബ് സംസം എന്ന് പറയുന്ന അത്ഭുത നീരുറവ അവിടെ സ്ഥാപിക്കുന്നു. മനുഷ്യ ജീവിതത്തിലേക്ക് നമ്മൾ ഈ ഭൗതികമായി തന്നെ ആലോചിച്ചാൽ വെള്ളം, അരുവി നൽകുന്ന വലിയ സ്വാധീനം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഓഫർ ചെയ്യുന്നു, ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ. ഖുർആൻ പലയിടങ്ങളിൽ കാണുന്നുണ്ട് ഈ ഒരു അരുവികളുടെ കഥ. മുഅ്മിനീങ്ങൾക്ക് ലഭ്യമാകുന്ന വലിയൊരു ശ്രേഷ്ഠതയും സൗഭാഗ്യവുമായി അരുവിയെ കൊണ്ടുവരുന്നത്. സ്വർഗത്തിലൊരു പ്രത്യേക അരുവിയാകുന്നു ഈ കൗസർ എന്ന് പറഞ്ഞാൽ. സാധാരണഗതിയിൽ നമ്മൾ ആ കൗസറിനെ അങ്ങനെയാണ് മനസ്സിലാക്കൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ അല്ലേ കൗസർ എന്ന മാ കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കലുണ്ട്. അത് ഇതിലൊന്നുമല്ല, ദ്വാരക്കേണ്ടതുമാണ്. നഹറും ഫിൽ ജന്ന, അത് സ്വർഗത്തിലുള്ള ഒരു അരുവിയാകുന്നു. ഹാഫത്താഹു മിൻ ദഹബ്, അതിന്റെ വശങ്ങൾ, അതിന്റെ സൈഡൊക്കെ സ്വർണ്ണാണ്. വ മജറാഹു അല ദുർരി വൽ യാഖൂത്ത്, അത് ഒഴുകുന്നത്, അതിന്റെ പ്രതലം നല്ല നല്ല മുത്തുകളും പവഴയങ്ങളുമാണ്. വ തുർബുഹു അത്യബു മിനൽ മിസ്ക്, അതിന്റെ മണ്ണ് മിസ്കിനേക്കാൾ സുഗന്ധപൂരിതമാണ്. വ മാഉഹു അഹ്ലാ മിനൽ അസൽ, വെള്ളം തേനിനേക്കാൾ മാധുര്യമുള്ളതാണ്. വ അബിയദു മിനൽ സൽജ്, മഞ്ഞിനേക്കാളും വെളുത്തതുമാണ്. മൻ ശരിബ മിൻഹു ശുർബതൻ യളമഉ ബഅദഹാ അബദാ, അതിൽ നിന്ന് ഇത്തിരി കുടിക്കാൻ സാധിച്ചാൽ അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ കൗസർ അങ്ങയുടെ അനുയായികളെ സംതൃപ്തരാക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ ജീവിക്കുന്നവർക്ക് വേണ്ടി നാം തയ്യാറാക്കി വച്ചിരിക്കുന്നുവെന്ന് പടച്ച റബ്ബ് റസൂൽ തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. മഹാനായ റസൂൽ തങ്ങൾ അത് പ്രഖ്യാപിക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ്, ബൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ ബൈനാ ളുഹുരിനാ, മുത്തറസൂൽ ഒരു ദിവസം ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തല താഴ്ത്തിയിരുന്നു കുറച്ചു നേരം, മിണ്ടാണ്ട് നിശബ്ദനായി, എന്തോ ആലോചിക്കുന്നത് പോലെ. സുമ്മ റഫഅ റഅ്സഹു മുതബസ്സിമൻ, സൂര്യനെ വെല്ലുന്ന ആ സൗന്ദര്യധാമം പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് തല ഉയർത്തുന്നു. താഴ്ത്തി ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല പൊക്കുകയാണ്. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, മാ അൽഹഖക യാ റസൂലല്ലാഹ്, എന്തേ ചിരിക്കാൻ കാര്യം, എന്തേ ചിരിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻസിലത്തു അലയ്യ ആനിഫൻ സൂറത്തുൻ, ഇപ്പൊ എനിക്കൊരു സൂറത്ത് അവതരിച്ചു. ഫഖറഅ റസൂലുള്ളാഹി ഇന്നാ അഅ്തൈനാകൽ കൗസർ, എന്നിട്ട് റസൂൽ ഇപ്പൊ അവതരിച്ച സൂറത്തെന്നും പറഞ്ഞിട്ട് ഇന്നാ അഅ്തൈനാകൽ കൗസർ ഓതി കൊടുത്തു. സുമ്മ ഖാൽ, പിന്നീട് അവിടുന്ന് അന്വേഷിച്ചു, അതദറൂന മൽ കൗസർ, ഈ സൂറത്തിൽ പ്രയോഗിക്കപ്പെട്ട അൽ കൗസർ, അങ്ങേക്ക് കൗസർ നൽകി എന്ന് പറഞ്ഞല്ലോ, ഈ കൗസർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽനാ അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹ്ക്കറിയാം റസൂലിനും അറിയാമെന്ന് ഞങ്ങൾ പ്രതിവചിച്ചു. അപ്പൊ റസൂൽ പറഞ്ഞു, ഫഇന്നഹു നഹറുൻ, അതൊരു നദിയാണ്. വഅദനീഹി റബ്ബി അസ്സ വജൽ, എൻ്റെ റബ്ബ് എനിക്കത് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഫീഹി ഖൈറുൻ കസീർ, ആ അരുവിയിൽ ധാരാളമായ അനുഗ്രഹങ്ങളുണ്ട്. ഹുവ ഹൗദുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, അതൊരു പ്രത്യേകമായ ടാങ്കാണ്, അങ്ങോട്ട് എൻ്റെ ഉമ്മത്തിങ്ങൾ കടന്നു വരും. ആനിയത്തുഹു അദദുൻ നുജൂം, അതിലുള്ള അതിൽ മുക്കി കുടിക്കാനുള്ള പാത്രങ്ങൾ നക്ഷത്രങ്ങളോളമുണ്ട്. എന്നിട്ട് കുറെ ആളുകളെ അതിൽ നിന്ന് ഓടിക്കപ്പെടും. ഫഖുൽ, അപ്പൊ ഞാൻ പറയും, ഇന്നഹു മിൻ ഉമ്മത്തി, അവരെൻ്റെ ഉമ്മത്തിങ്ങളാണ്, ഓടിക്കരുത്. കുടിക്കാൻ വരുമ്പോൾ കുറെ മനുഷ്യരെ മലാക്കന്മാർ അവിടുന്ന് ഓടിപ്പിക്കും. അപ്പൊ ഞാൻ ഇടപെടും, അതെൻ്റെ ഉമ്മത്തിങ്ങളാണ്, അവർക്കും കുടിക്കാൻ കൊടുക്കണം. ഫയഖാൽ ഇന്നക ലാ തദ്രി മാ അഹ്ദസ ബഅദക, ഈ ടീം അങ്ങയുടെ മരണാനന്തരം അങ്ങയുടെ ദീനിലുണ്ടാക്കി കൂട്ടിയ വൈകൃതങ്ങൾ എന്തൊക്കെയാ റസൂലേ, അതുകൊണ്ട് അവർക്ക് ഇത് കൊടുത്തുകൂടാ. ദീനിൽ പുത്തൻ പ്രവണതകൾ കടത്തിക്കൂട്ടിയ ആളുകളെ അവിടെ വെച്ച് ഓടിച്ചു വിടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ കൗസർ എന്നാൽ എന്ത് എന്നതിനെ കുറിച്ച് മഹാനായ അബൂ ഹയ്യാൻ നഹവി 26 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭ്യമായ എല്ലാ നിയമത്തുകളും എന്നത്. അതേപ്രകാരം റസൂൽ തന്നെ അതിൽ നിന്ന് പ്രധാനപ്പെട്ടൊന്ന് വിശദീകരിച്ച് തന്ന അവിടത്തേക്ക് ലഭ്യമാകുന്ന പ്രത്യേകമാകുന്ന ഈ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന തടാകം, ഇങ്ങനെയുള്ള കുറേ നിഅമത്തുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് അങ്ങ് അള്ളാഹുവിന് വേണ്ടി നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നിഅമത്ത് എത്ര കിട്ടണോ അതിനൊക്കെ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം. കേൾക്കുന്നതിന്, കാണുന്നതിന്, ചിന്തിക്കാൻ ശേഷി തന്നതിന്, ഈ ക്ലാസ്സിലേക്ക് നടന്നു വരാൻ നമുക്ക് ആരോഗ്യം നൽകിയതിന്, ഭക്ഷണം കഴിക്കാൻ സാധിക്കണതിന്, കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് ഊർജം പോഷകം ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റണതിന്, കഴിച്ച ഗുളിക കമ്പനിയുടെ പേര് പോലും മായാതെ വിസർജിക്കപ്പെടുന്ന രോഗമുണ്ട് ശരീരത്തിൽ, പിന്നെ എങ്ങനെ ഗുളിക പിടിക്കും, ഔഷധം സ്വീകരിക്കാൻ പറ്റും? നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് നമുക്ക് ആവശ്യമാകുന്ന പോഷകങ്ങൾ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുന്നതിന്, അതിൻ്റെ വേസ്റ്റ് കൃത്യമായ രീതിയിൽ നിർമാർജനം ചെയ്യാനും വിസർജിക്കാനും ഒക്കെ സാധിക്കണേന്, നമ്മൾ വെറുതെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കാൻ പറ്റണേന്, സൂറത്തുൽ ഇസ്രാഇന്റെ 36-ാമത്തെ വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്കറിയാത്തതിന്റെ പിറകെ അഭിപ്രായവും പറഞ്ഞുകൂടരുത്, അങ്ങനത്തെ പരിപാടിയിൽ നിൽക്കരുത്. എത്രയോ പരിപാടി വേറെ ചെയ്യാണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, കണ്ണ്, കാത്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ, ചിന്തയുടെ കേന്ദ്രം, എല്ലാത്തിനെയും കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. മിന്ന സമഅ വൽ ബസർ വൽ ഫുആദ്, സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മുടെ ചിന്താശേഷിയാണ്. ശിക്ഷ ലഭ്യമാവുന്നതും അതിനാണ്. മമന ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ അജായിബുൽ ഖുലൂബ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം ആരംഭിക്കുന്നത് തന്നെ അത് പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മുടെ ബുദ്ധിയാണ്, ശിക്ഷ ലഭ്യമാകുന്നതും അതിനാണ്. നമ്മുടെ ശരീരഭാഗങ്ങൾ അതിനോട് സഹകരിച്ചു കൊടുക്കുന്നത്. ഒരു രാജാവ് എങ്ങനെയാണ് പട്ടാളത്തെ യൂസ് ചെയ്യണത്?
ഒരു കൊല്ലൻ എങ്ങനെയാണ് തൻ്റെ ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്? ഒരു കോൺട്രാക്ടർ എങ്ങനെയാണ് തൻ്റെ പണിക്കാരെ ഉപയോഗപ്പെടുത്തുന്നത്? അவ்விധം നമ്മുടെ ഹൃദയം, ചിന്താശേഷി, നമ്മുടെ ശരീരഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ആത്മിക ശക്തി നേടിയെടുക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആത്യന്തികമായി നമ്മളൊക്കെ വേണ്ടത്. കാണാൻ കണ്ണെട് തുറക്കാൻ പോകുമ്പോൾ ഇതിലെന്ത് ഗുണമുണ്ടെന്ന് ആലോചിക്കാനുള്ള പക്വതയിലേക്ക് ഉയരണം. അതിനുവേണ്ടി എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കാൻ പറ്റുമോ അതൊക്കെയും ചെയ്യണം. മുമ്പൊരു പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് തോന്നുന്നു. മാമുന ഗസാലി തങ്ങൾ തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നാവ് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ. ഒരു ചെറിയ കല്ല് കടിച്ചു പിടിച്ചിട്ടാ ഓർ നടക്കൽ. എന്തിനാ? കേറിയാണ് സംസാരിച്ചു പോകാതിരിക്കാൻ. എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആ കല്ല് മാറ്റി വെച്ച് ബോധപൂർവമായിരിക്കണം. അതിനിടക്ക് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച്, വരും വരായികകളെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരം കിട്ടണം. കല്ലും കടിച്ചു പിടിച്ച് നടക്കുന്നു ആര്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു 10 ശ്രേഷ്ഠ മനുഷ്യരെ, സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പുള്ളവരെ ഹബീബായ റസൂൽ എണ്ണി പറയുമ്പോൾ ഒന്നാമത് പറയുന്നത് തൻ്റെ നിയലും ആത്മാവുമായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കുറിച്ചാണ്. അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ സ്വർഗത്തിലാണ്. ഈ അബൂബക്കർ തങ്ങളാണ് നാക്കിനെ നിയന്ത്രിക്കാൻ കല്ലും കടിച്ചു പിടിച്ച് നടക്കുന്നത്. എന്തൊരാശ്വാസ റസൂൽ പറഞ്ഞത്. എൻ്റെ ഹബീബോരെ, കാല് കാണുന്നു ശത്രുക്കളുടെ, ഒന്നെങ്ങാനും കുനിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേ കണ്ടുപോകുമല്ലോ, നമ്മളെ കാണുമല്ലോ. സൗർ ഗുഹയിൽ ഇസ്ലാമിന്റെ സംരക്ഷണാർത്ഥം സമ്പത്തെല്ലാം ഉപേക്ഷിച്ചു പോകുന്ന 2 പഥികർ, ലോകത്തിന്റെ ഔന്നത്യത്തിലേക്ക് കടന്നു ചെന്ന നായകന്മാർ, ഹബീബായ നബി തങ്ങളും സിദ്ദീഖും. അവിടത്തേക്ക് ബേജാറ് പിടിച്ചത് തൻ്റെ ഹബീബിന് എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടാണ്. അവരൊന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മളെ കണ്ടുപോകും. എന്ത് ചെയ്യും? ഓടാൻ പറ്റൂല. ചെറിയ ഗുഹയിൽ കുടുങ്ങി കിടക്കുകയാണ്. മുത്തറസൂൽ സിദ്ദീഖുൽ അക്ബറുടെ കണ്ണിലേക്ക് നോക്കണം. അർദ്ധമായ രീതിയിൽ ആത്മാവിൽ സന്നിവേശിക്കണം. റസൂൽ ഒരൊറ്റ ചോദ്യം, മാ അലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ, പടച്ചോ മൂന്നാമനായിരിക്കെ ഈ 2 പേരെ കുറിച്ച് അങ്ങ് എന്ത് വിചാരിക്കുന്നു അബൂബക്കർ? അള്ളാഹു ആണ് മൂന്നാമത്തെ ആൾ. നമ്മൾ 2 ആൾ 1 2, അള്ളാഹു 3. ആ ഒരു സംഘത്തെ കുറിച്ച്, ഈ 2 പേരെ കുറിച്ച് അങ്ങയുടെ വിചാരം എന്താണ്? ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മുത്തറസൂലിന്റെ ഏറ്റവും അനർഘങ്ങളായ സന്ദർഭങ്ങൾക്കൊക്കെ സാക്ഷിയായ മഹാത്മാവ്. അവിടത്തേക്ക് ശേഷം ഈ ഉമ്മത്തിനെ നേർവഴിയിലേക്ക് നടത്താൻ കഠിനാധ്വാനം ചെയ്ത മഹാത്മാവ്. ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. റസൂലുള്ളാഹി, എന്റെ റസൂല് മരിച്ചിട്ടില്ലെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് തീരുമാനിച്ചു, വാളം പിടിച്ചു. അതുവരെയും ധീരനും ശൂരനുമായിരുന്ന, വില്ലാളിയായിരുന്ന, പക്വതയുടെ പ്രതീകമായിരുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കൺട്രോൾ തെറ്റിപ്പോയി. എൻ്റെ നബിയെങ്ങാനും മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞ തല ഞാൻ എടുക്കുന്നും പറഞ്ഞിട്ട് അവിടുന്ന് തീവ്രഭാവത്തിൽ ഉറഞ്ഞു തുള്ളി. എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാതെ എല്ലാവരും ബേജാറിൽ നിൽക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ കടന്നു വരുന്നു. മുത്തറസൂലിന്റെ മുഖത്ത് ചുംബനം നടത്തുന്നു. എന്നിട്ട് ഒരൊറ്റ പ്രഖ്യാപനം, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അവൻ ഹയ്യുൻ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആരെങ്കിലും നമ്മുടെ നായകൻ മുത്തറസൂലിനെ ആരാധിച്ചുവെങ്കിൽ ഇതേ മരിക്കുന്നു. അവിടുന്ന് സൂറത്ത് ആൽ ഇംറാന്റെ 144-ാമത്തെ വചനം പാരായണം ചെയ്യുന്നു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസൂൽ അഫ ഇമ്മാ തൗഖുതിലൻ ഖലബതും വലാ അഖാബികും. മുത്തറസൂൽ പൂർവികരാകുന്ന നബിമാരെ പോലെ മരിച്ചേക്കാം, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടേക്കാം. അവിടുന്ന് മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടുമോ എന്ന സൂറത്തുൽ ആൽ ഇംറാനിന്റെ 144-ാമത്തെ വചനം, ഉഹദിന്റെ സങ്കീർണതയിൽ അവതരിപ്പിക്കപ്പെട്ട വചനം, ഇത് ഓതിക്കൊടുക്കുന്നു. വളം പിടിച്ചിങ്ങനെ വറച്ചു നിന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ ചുമലിൽ കിടന്ന് പൊട്ടി ഒരു കുഞ്ഞിനെ പോലെ കരയുന്നു. മുത്തറസൂലിന്റെ ജീവിതത്തിൽ ഏത് അനർഘ സന്ദർഭത്തിലും സിദ്ദീഖ് തങ്ങൾ സാക്ഷിയായി. അവിടുത്തെ ശേഷം ഈ ഉമ്മത്തിനെ ഏത് രീതിയിൽ വഴി നടത്തണോ
കൃത്യമായ രൂപത്തിൽ സിദ്ദീഖ് തങ്ങൾ അത് നിർവഹിച്ചു. തൻ്റെ മരണം കൊണ്ടുപോലും മെസ്സേജ് നൽകി, ഞാൻ മരിച്ചാൽ റൗളയിൽ മറവ് ചെയ്യണം, കയറി കൊണ്ടുപോയിട്ട് അങ്ങനെ മറയരുത്, അവിടെ എത്തണം, എന്നിട്ട് ചോദിക്കണം. ഇതേ സിദ്ദീഖിനെ കൊണ്ടുവന്നിരിക്കുന്നു. മുത്ത് റസൂൽ റൗളയിൽ നിന്ന് സമ്മതം തന്നാൽ മാത്രം അങ്ങോട്ട് പ്രവേശിപ്പിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫിൽ ഔലിയാക്കളുടെ കറാമത്ത് വിശദീകരിക്കുന്നിടത്ത് ഈ ചരിത്രം പറയുന്നു. അങ്ങനെ കൊണ്ടുപോവുകയാണ് സഹാബാ കിറാം മരണപ്പെട്ട നായകനെ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, മുത്ത് റസൂലിന്റെ സന്തത സഹചാരിയെ റൗളയുടെ മുമ്പ് കൊണ്ടുപോയിട്ട് വെക്കണ്. എന്നിട്ട് അവർ വിളിച്ചു പറയാണ്, യാ റസൂലല്ലാഹ് അബൂബക്കറും ഫിൽ ബാബ്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് അങ്ങയുടെ കൂട്ടുകാരൻ അബൂബക്കർ വാതിൽക്കൽ സമ്മതം ചോദിച്ചു കിടക്കുന്നു. റൗളയിൽ നിന്ന് പ്രഖ്യാപനം വന്നു, ഉദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, ഉദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിന്റെ അടുത്തേക്ക് കടത്തി വിട്ടാലും. മരണപ്പെട്ട റസൂലിനോട് സമ്മതം ചോദിക്കണമെന്ന് ആദ്യമായി ഉമ്മത്തിനെ പഠിപ്പിച്ചത് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മരണപ്പെട്ട റസൂൽ മരിച്ചോടുകൂടെ എല്ലാം തീർന്നു എന്ന് കരുതി മാറി നിൽക്കാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ വാക്യം, അവിടുത്തെ നിർദ്ദേശം അപ്പടി പാലിച്ചത് ലക്ഷക്കണക്കിന് സഹാബികൾ. മുത്ത് റസൂലിന്റെ റൗളന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് വിനയപുരസ്സരം മയ്യത്ത് വെച്ചിട്ട്, റസൂലുള്ളാഹ് ഇതേ കിടക്കണ അങ്ങയുടെ സഹോദരൻ, അങ്ങയുടെ ഇഷ്ടക്കാരൻ, അങ്ങയുടെ ഹബീബ് എന്നവർ വിളിച്ചു പറയുന്നു. റൗളയിൽ നിന്ന് പ്രത്യുത്തരം ഉണ്ടാകുന്നു. ഇമാം റാസി അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയതാണ് അൽ കഹ്ഫിന്റെ ശറഹിൽ. സമൂഹത്തിന് ആത്മീകമായി വഴി നടത്തേണ്ടടുത്ത് സിദ്ദീഖ് തങ്ങൾ അങ്ങനെ ചെയ്തു, ആദർശപരമായി വഴി നടത്തേണ്ടടുത്ത് അങ്ങനെ ചെയ്തു, ധീരനായി നിൽക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ ചെയ്തു. ഇത്രമേൽ ഔന്നിത്യം നേടാൻ ഈ ഉമ്മത്തിന് സാധ്യമല്ല, ഈ ഉമ്മത്തിന് ആർക്കും സാധ്യമല്ല. ഉമ്മത്തിന്റെ മൊത്തം ഈമാനോളം മികച്ചു നിൽക്കുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്വന്തം ഈമാൻ. അത്ര ശ്രേഷ്ഠനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് നാക്ക് കളകളാന്ന് പറഞ്ഞു പോകരുത് എന്ന് കരുതിയിട്ട് വായയിൽ കല്ല് കടിച്ചു പിടിച്ച് ജീവിക്കുന്നത്. ഇമാമുന അഹ്മദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ സംഭവം ആവേശപൂർവ്വം രേഖപ്പെടുത്തുന്നു. ഫസല്ലി ലിറബ്ബിക, അങ്ങയുടെ റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായ സംഗതിയാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തെക്കുറിച്ച് പ്രാധാന്യപൂർവ്വം പിന്നെയും 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 ഖുർആൻ പറയണത്. യഥാർത്ഥ വിശ്വാസികളെ പരിചയപ്പെടുത്തി അൽ ബഖറ സൂറത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞിട്ട് ആരാ മുഅ്മിനീങ്ങൾ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യങ്ങളെ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അള്ളാഹനെ ഇതുവരെ കണ്ടിട്ടില്ല, അവർ വിശ്വസിക്കുന്നു. മുത്ത് റസൂലിനെ കാണാൻ അവർക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല, അവർ വിശ്വസിക്കുന്നു. അവർ കവിത പാടി നടക്കുന്നു. 14 നൂറ്റാണ്ട് പിന്നിൽ എന്തിനാ ഞാൻ എന്നെ ജനിപ്പിച്ചത് എന്നും പറഞ്ഞിട്ട് അവർ കവിത പാടി നടക്കുന്നു. 14 നൂറ്റാണ്ട് പിമ്പന്തിനി പാരിൽ ഞാൻ പാപി പിറന്നു വീണു. മുത്ത് റസൂലിനെ കണ്ടിട്ടില്ല, പക്ഷെ കാണണമായിരുന്നു. വല്ലാത്തൊരു മോഹവുമായി അവർ നടക്കുന്നു. സ്വർഗം അവർ വിശ്വസിക്കുന്നു, കണ്ടിട്ടില്ല. നരകം അംഗീകരിക്കുന്നു, കണ്ടിട്ടില്ല. സിറാത്ത് പാലത്തെ അവർ ഭയപ്പെടുന്നു, കണ്ടിട്ടില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളെ വിശ്വസിക്കുന്നവർ അവരാണ് മുഅ്മിനീങ്ങൾ. കണ്ടാലേ വിശ്വസിക്കൂ, മുഅ്മിനല്ല. നിസ്കാരം, അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഭൗതികമായ എന്തെങ്കിലും ഗുണം കിട്ടിയതൊന്നും പറയാൻ കഴിയില്ല. നല്ല ശ്രദ്ധ വേണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അവരത് നിർവഹിക്കുന്നു. ഫസല്ലി ലിറബ്ബിക വൻഹർ. അപ്പൊ ശരീരത്തിന്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ 100% നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ആരാധന, അതാണ് നിസ്കാരം. അതുകൊണ്ടത് വർദ്ധിപ്പിക്കണം. കാരണം ഫസല്ലി, അതുകൊണ്ട് ഫസല്ലി, അല്ലാഹു നിയമത്ത് നൽകി, അതുകൊണ്ട് നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു ഇത്രയും കാലം നമ്മളെ ജീവിപ്പിച്ചു. ആലോചിച്ച് നോക്കുക. ചില ആളുകളൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 50 വയസ്സിൽ മരിച്ച ആള് നരകത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിനോട് അവനിങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കും, പടച്ചോനെ 50 വയസ്സുള്ളൂ, ഞാൻ കുറച്ചും കൂടിയൊക്കെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ജീവിക്കുമായിരുന്നു. പടച്ച റബ്ബ് സ്വർഗത്തിൽ 40കാരെ കാണിച്ചു കൊടുക്കും, അവർക്ക് നിങ്ങളെക്കാൾ 10 വയസ്സ് കുറവായിരുന്നു, പക്ഷെ അവർ സ്വർഗത്തിലെത്തിയല്ലോ. ലഭ്യമായ സമയം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്കും നേടാമായിരുന്നല്ലോ എന്ന്. ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു തീരുമാനമുണ്ട്, കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് നന്നാക്കണം എന്ന്, അടുത്ത റമദാൻ കഴിയട്ടെ എന്ന്, എന്തെങ്കിലും ഒരു കണക്ക് വെച്ചിട്ട് ഏതായാലും ഇപ്പൊ 40 വയസ്സോടാവട്ടെ എന്ന്.
അതിനൊന്നും യാതൊരു സാധ്യതയും നമ്മുടെ മുമ്പിലില്ല. നമ്മൾ ആ കരുതിയെടുത്തേക്ക് എത്തുമെന്നതിന് യാതൊരു പ്രതീക്ഷയില്ല. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ 25-ാം വയസ്സിൽ മരിക്കുമ്പോൾ അവരിങ്ങനെ അള്ളാഹിനോട് ഉദർ പറയും. ഉദർ പറയാൻ സമ്മതം കൊടുക്കുമ്പോ പലപ്പോഴും സമ്മതം കിട്ടൂല. ഒഴിവ് കഴിവ് പറയാനും പറ്റൂല. സമ്മതം കിട്ടിയാലല്ലോ വല്ലതും പറയാം. മിണ്ടാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. ഖുർആൻ തന്നെ അത് വിശദീകരിക്കുന്നു. മിണ്ടാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. ഒരു ഉദറും അവർക്ക് പറയാൻ പറ്റൂല. ഇതുകൊണ്ടാന്നൊന്നും പറയാൻ പറ്റൂല. അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി പോലും നഷ്ടപ്പെടും. സൂറത്ത് ഇബ്രാഹിമിന്റെ 24-ാമത് വചനം, അവരുടെ ചിന്താശേഷി അന്ന് ശൂന്യായിരിക്കും. മിണ്ടാൻ കഴിയില്ല, ചിന്തിക്കാൻ കഴിയില്ല. സൂറത്ത് മുർസലാത്തിൽ തന്നെ ഒരു പ്രയോഗമുണ്ട്, ഫയക്കീദൂൻ. നിങ്ങൾക്ക് കുറെ കുസൃതി ഉണ്ടായിരുന്നല്ലോ, കുറുമ്പുണ്ടായിരുന്നല്ലോ, കുറെ ഹിക്മത്ത് ഉണ്ടായിരുന്നല്ലോ, ഈ തന്ത്രം വെച്ച് നിങ്ങൾ പലരെയും തോൽപ്പിച്ചിരുന്നല്ലോ, എന്നാൽ അതൊന്ന് ചെയ്തു നോക്കൂ എന്ന് അല്ലാഹു തആല അവിടെ വെച്ച് പറയും. അനങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് റബ്ബിന് വേണ്ടി അങ്ങ് നിസ്കരിച്ചുകൊണ്ടിരിക്കണം. വൻഹർ, ഒട്ടകത്തെ ദാനം ചെയ്യുകയും വേണം. ബലി നൽകി ഒട്ടകമാംസം അങ്ങ് ദാനം ചെയ്യണം. വൻഹർ, നഹർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒട്ടകത്തിനെ കുത്തി അറുക്കണീന്നാണ് പറയാൻ. പിടിച്ചു തള്ളിയിട്ട് നമ്മളൊക്കെ പശുവിനെ അറുക്കണ പോലെ അല്ല ഒട്ടകത്തിനെ പൊതുവെ അറുക്കുക. അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ കാലൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ബന്ധിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ ഈ അറിവിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ് അന്നനാളവും ശ്വാസനാളവും മുറിയുക എന്നുള്ളത്. അപ്പൊ അതിനങ്ങനെ കുത്തി ഒരു കൂർത്ത കത്തി കൊണ്ട് ഈ അന്നനാളത്തിന്റെയും ശ്വാസനാളത്തിന്റെയും മേലങ്ങട് കുത്തി കയറ്റിയിട്ട് അടിയിക്കിട്ട് വലിക്കലാണ്. ഇതിനാണ് നഹർ എന്ന് പറയാം. നേരെ നഹർ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ കുറിച്ചാണ് പറയാം. അവിടെ കുത്തി അറുക്കുന്നതിനാണ് ഇതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. അപ്പൊ ഒട്ടകത്തിനെ അറുക്കുന്നതാണ് പ്രധാനമായിട്ടും നഹർ. മറ്റുള്ളതിനൊക്കെ അറുക്കുന്നതിന് ദബ്ഹ് എന്നാണ് പറയാം. പരിശുദ്ധ ഇസ്ലാമിലെ ഭക്ഷണശീലം, മാംസ സംസ്കരണശീലമാണ് ഏറ്റവും ഹെൽത്തി ആയതും ഉപകാരപ്രദവും. അത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. മറ്റൊരു കാര്യം പറയണ്ട. എന്തിനാ ഇപ്പൊ ഇസ്ലാം ഇങ്ങനെ ഒരു വലിയ ആരാധനയായിട്ട് ഈ ബലിദാനത്തെ നൽകുന്നത്? പരിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ സന്നദ്ധതയെ പരീക്ഷിക്കുകയാണ്. നിരവധിയായ ബലികൾ ഉണ്ടായിരുന്നു. മനുഷ്യനെ ബലി നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. അഘോരികൾ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഇന്ത്യയിൽ. ഇപ്പോഴും ഒരു വിഭാഗം സന്യാസികളാണ്. അവരുടെ ഇടയിൽ ഈ നരബലി നടക്കുന്നുണ്ട് എന്ന് കേൾക്കാം ചിലപ്പോഴൊക്കെ. അല്ലാഹു ആലം. അഘോരികൾ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നരബലി ധാരാളം ഉണ്ടായിരുന്നു. എല്ലാ സംസ്കാരങ്ങളിലും അവരുടെ കൃഷിഭൂമി പുഷ്ടിപ്പെടാനും കാര്യസാധനത്തിനും പിന്നെ വലിയ അത്ഭുത സിദ്ധികളൊക്കെ നേടാനൊക്കെ പറഞ്ഞ് നരബലി വ്യാപകമായിരുന്നു. ആ ഒരു ദുഷിച്ച ബലിയെ നിരോധിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ചില പ്രത്യേക മൃഗങ്ങളെ ബലി ചെയ്യുന്ന ഒരു രീതി പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മകനെ ദാനം ചെയ്യാൻ പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുട്ടിയുടെ പ്രത്യേകത നമുക്കറിയാവുന്നതുപോലെ സൂറത്തു സാഫാത്തിൽ വിസ്തരിച്ചത് പറയുന്നുണ്ട്. 37-ാമത്തെ അധ്യായം. എന്തായിരുന്നു ആ കുട്ടിയുടെ പ്രത്യേകത? വാർദ്ധക്യ സഹജമായ അവശത അനുഭവിക്കുമ്പോൾ അതുവരെ കുഞ്ഞില്ലാത്ത നൊമ്പരം പേറി ജീവിക്കുന്ന ദമ്പതികൾക്ക്, അതും ഭാര്യ വന്ധ്യയാണ്, കുട്ടികളില്ലാത്ത ആളാണ്, അള്ളാഹു നൽകുന്ന ഒരു അരുമക്കനിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയോട് ആർദ്രത കൂടുതലായിരുന്നു. എന്നിട്ട് ഘട്ടം ഘട്ടമായി കുട്ടി വാപ്പാനോടൊപ്പം നടക്കാനും സഞ്ചരിക്കാനും കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ചെയ്യാനും വാപ്പാനെ സഹായിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സന്ദർഭത്തിയപ്പോ പടച്ച റബ്ബ് ആ കുട്ടിയെ അറിവ് നടത്തണമെന്ന് കൽപ്പിക്കുന്നു. സന്നദ്ധതയെയാണ് ഖുർആൻ പരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു പരീക്ഷിക്കുന്നത്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബി അതെ എന്നാ ഞാൻ ചെയ്യാന്ന് തീരുമാനിക്കുന്നു. ആ കുട്ടിയെ അറിവ് നടത്തുക എന്നത് പടച്ച റബ്ബിന്റെ ലക്ഷ്യമല്ലെന്ന് ആ ചരിത്രം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. ഇബ്രാഹിം നബിയുടെ സന്നദ്ധതയെ അള്ളാഹു പരീക്ഷിക്കുന്നു. അവിടുന്ന് അതിന് തയ്യാറാകുന്നു, കുട്ടിയും തയ്യാറെടുക്കുന്നു, മാതാവും സമ്മതിക്കുന്നു. അങ്ങനെ അറിവിന്റെ വക്കോളം എത്തുമ്പോ
അങ്ങേക്ക് നാം മറ്റൊരറിവിനെ പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞിട്ട് സന്നദ്ധത 100% ഇബ്രാഹിം നബിയിൽ നിന്ന് പരീക്ഷിച്ചിട്ട് അവസാനം ആടിനറുത്തിട്ട് ആ പ്രക്രിയ നിർവഹിക്കുന്നു. ഇവിടെ കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അള്ളാഹു നൽകിയതാണ് ഏത് സമ്പത്തും ഏതനുഗ്രഹവും, മക്കളടക്കം. അള്ളാഹു തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് തന്നെ. ഇബ്ലീസ് പലപ്പോഴും പ്രകോപനമായിട്ട് വരും. ഹാജർ ബീവിയുടെ അടുത്ത് വന്നു, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നു. അവരെയൊക്കെയും പരീക്ഷിക്കാൻ ഇബ്ലീസ് ശ്രമിച്ചിട്ടും ഏത് പ്രലോഭനങ്ങളിലും വീഴരുതെന്ന പാഠം. പിന്നെ അതിന്റെ കഥകളിലൊക്കെ നമ്മളിങ്ങനെ കാണും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയ്യും കാലമൊക്കെ കെടുത്തി, എന്നിട്ട് ഇങ്ങനെ കമത്തി കടത്തി, മുഖത്ത് നോക്കി അറുക്കാൻ കഴിയാത്തത് കൊണ്ട് എന്നിട്ട് ഇങ്ങനെ കത്തി എടുത്ത് കുറേ മുറിഞ്ഞു നോക്കി. പക്ഷെ മുറിഞ്ഞില്ല. കത്തിയുടെ മൂർച്ച ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്തുള്ള ഒരു പാറനെ വെട്ടി, അതങ്ങോട്ട് പിളർന്നു, അലുവ മുറിയണ പോലെ. ഇതൊക്കെ പൊള്ളാണ്. ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട്. കടത്തിയിട്ട് അറുത്തിട്ട് എത്ര അങ്ങനെ മൂർന്ന് നോക്കിയിട്ട് മുറിയായിട്ട് അടുത്തുള്ള പാറക്ക് വെട്ടി വെക്കുക, അതിലും അങ്ങോട്ട് മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഈ പാറക്ക മുറിയണത് കത്തിന്റെ മൂർച്ചോണ്ടൊന്നല്ല, പ്രഷർ കൊണ്ടാണ്. നമ്മൾ പാറ അടിച്ചു പൊട്ടിക്കണ ഹാമറിനൊന്നും തീരെ മൂർച്ച ഉണ്ടാവലില്ല. അലുവൊക്കെ മുറിക്കുമ്പോഴാണ് മൂർച്ച വേണ്ടത്. അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്നദ്ധനായി. അതന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടുകൂടി ആടിനെ ഇറക്കി കൊടുത്തു. ഈ ആടിനെ കുറിച്ച് പറയുന്നത് ഫദൈനാഹു ബിദിബ്ഹിൻ അളീം, നിങ്ങൾക്ക് ഞാനൊരു പകരം ഫിദിയ നൽകാം എന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യാതെ വന്നാലാണ് ഫിദിയ നടത്തേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പന അറക്കാനാണ്, അറച്ച് മുറിത്ത് 2 കഷ്ണാക്കാനല്ല. അവിടുന്ന് ആ ഒരു അറവ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൽപ്പന പൂർത്തിയായി, പിന്നെ ഫിദിയ കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞത് അറക്കുമ്പോൾ നടത്തണം എന്നാണ്. അവിടുന്ന് അത് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ മുറിയലും മുറിയാതിരിക്കലും അവിടുത്തെ നിയന്ത്രണത്തിൽ പെട്ടതല്ല. അറവ് നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ കൽപ്പന നിർവഹിച്ചു. പിന്നെ ഫിദിയ നടത്താത്തതിനുള്ള പ്രതിക്രിയ നൽകേണ്ടതേയില്ല. എന്നാണ് സൂറത്തു സാഫാത്തിൽ അള്ളാഹു അതേക്കുറിച്ച് പറയുന്നത്. പിന്നെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ ചില റിവായത്തുകളിലൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ അതങ്ങനെ വർദ്ധിച്ച് വികസിച്ച് പരന്നു പോണതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരിപാടി ചെയ്തിട്ടില്ല, സന്നദ്ധനായി എന്നത് കൃത്യമാണ്. അപ്പൊ ഈ മനുഷ്യബലി എന്ന് പറയുന്ന സംഭവമേ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ സംസ്കാരത്തിൽ ഇസ്ലാം വരുവോളം നിലനിന്നിരുന്ന ഒരു സംഗതിയാണത്. നമുക്കറിയാലോ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ അറക്കാൻ അബ്ദുൽ മുത്തലിബ് നേർന്നിരുന്നല്ലോ. ഇനിയൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഇത്രയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരു ഒട്ടകത്തിന് ഇങ്ങനെ കുറേ നിബന്ധന വെച്ചിട്ട് അദ്ദേഹം എൻ്റെ ഒരു മോനെ ഞാൻ എന്ത് ചെയ്യും, ബലി നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് വരെ ബലി ഉണ്ട് എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാറുണ്ട്, ഞാൻ അറവ് നടത്തപ്പെട്ട 2 ആളുടെ മോനാണ്. ഒന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ അറവിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് തന്നെ സ്വന്തം പിതാവാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, നല്ല സുന്ദരനും സുമുഖനും ഏറ്റവും നല്ല എനർജറ്റിക്കും ഒക്കെ ആയ കുട്ടിനെ അറുക്കാൻ നറുക്ക് വീണപ്പോ അബ്ദുൽ മുത്തലിബിന് താല്പര്യമില്ലാതായി. അങ്ങനെ ധാരാളം ഒട്ടകത്തെ പകരം നൽകി ആ അറവിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ്. റസൂലുള്ളാഹി തങ്ങൾ വരുന്ന ആ കാലം വരെയും അറേബ്യൻ നാടുകളിൽ മനുഷ്യബലി നിലനിന്നിരുന്നു, നരബലി നിലനിന്നിരുന്നു. നമ്മുടെ കേരളത്തിൽ പോലും കഴിഞ്ഞ വർഷമൊക്കെ വല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് നരബലി നടത്തിയതും മാംസം തിന്നതും ഒക്കെ. ചില സൂഡോ സയൻസ് ഒക്കെ ഉണ്ടല്ലോ, ഈ കുടോത്രം, മറ്റേ പല പരിപാടികൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായി അതൊക്കെ എപ്പോഴും പലയിടങ്ങളിൽ നിലനിൽക്കുന്നു. എന്താ ഇസ്ലാം ബലിയുടെ ആത്മാവ് അല്ലെങ്കിൽ ആദർശം? ഇസ്ലാം ഏറ്റവും നല്ല ചെലവ് കൂടിയ, മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം പടച്ച റബ്ബിന് വേണ്ടി ദാനം ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ഒട്ടകത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഒട്ടകം ഇപ്പൊ മൻഹർ എന്ന് പറഞ്ഞ ഒട്ടകത്തിന് അറുക്കലാണ് നമ്മൾ പറഞ്ഞല്ലോ. ഒട്ടകം ഏറ്റവും അറബികളെ സംബന്ധിച്ച് ഇഷ്ട സമ്പത്താണ്. ചുമന്നതാകുമ്പോ പ്രത്യേകിച്ച് മഞ്ഞ കളറുള്ള ഒട്ടകത്തെ അല്ലെ, അന്നഹു ജമാലാത്തുൻ സുഫർ, ഈ നരകത്തിൽ നിന്ന് തീപ്പൊരി പൊന്തണീനെ കുറിച്ച് ഖുറാനിൽ ഒരിടത്ത് അങ്ങനെ പറയുന്നുണ്ട്. അത് മഞ്ഞ ഒട്ടകങ്ങളെ പോലെ തോന്നുന്നു.
അവർക്ക് വേഗം മനസ്സിലാകും മഞ്ഞൊട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവരുടെ മനസ്സിലൊക്കെ നമ്മുടെ പുതിയ കാലത്ത് കുട്ടികൾ ഏതോ ഒരു വലിയ ബുള്ളറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഏതോ ഒരു വലിയ ബൈക്ക് വാങ്ങണം എന്നൊക്കെ കരുതി ഇങ്ങനെ ജീവിക്കണ പോലെ, ഏത് ബൈക്കിൻ്റെ ഒച്ചയിട്ടാലും അത് ശ്രദ്ധിക്കുന്നത് പോലെ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയണത് പോലെ ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു സംഗതിയാണ് ഒട്ടകം. അതുകൊണ്ട് അറബി ഭാഷയിൽ 500ഓളം വേർഡ്സ് ഉണ്ട് ഒട്ടകത്തെ കുറിച്ച് പറയാൻ. കാരണം അവരുടെ കവിതയിൽ മാറി മാറി വരുന്ന ഒട്ടകം. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ സ്വപ്നമായ ഒട്ടകത്തെ കുറിച്ച് പറയാം. ഈ നരകത്തിൽ നിന്നുള്ള പൊരിതെറിക്കുന്നത് മഞ്ഞ ഒട്ടകങ്ങളെ പോലെ ഉണ്ടാവും. ഖിയാമത്ത് നാളിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടകം കടന്നു വരുന്നുണ്ട്. വൈദൽ ഇശാർ ഉഴ്തിലത്, 10 മാസം ഗർഭം ചുമന്ന ഒട്ടകം ഉപേക്ഷിക്കപ്പെടും. അറബികളെ സംബന്ധിച്ച് കൊന്നാൽ പോലും അവരത് ചെയ്യൂല. അത്രമേൽ ആത്മബന്ധം പുലർത്തുന്നതാണ് ഗർഭിണിയായ ഒട്ടകം. അതിനെപ്പോലും ഖിയാമത്ത് നാളിന്റെ വിഹ്വലതയിൽ മനുഷ്യർ ഉപേക്ഷിച്ചു പോകുമെന്ന് സൂറത്തു തക്വീറിന്റെ ആമുഖത്തിൽ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഇത്ര ഒരു സ്നേഹിക്കുന്ന ഒട്ടകത്തെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറവ് നടത്തിയിട്ട് അതിന്റെ മാംസം ചില നിബന്ധനകൾ പാലിച്ച് വിതരണം ചെയ്യണം. അല്ലാതെ നശിപ്പിക്കാനല്ല, തീയിലിട്ട് കരിക്കാനല്ല. എത്ര നരബലി നിലവിലുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വൃത്തികെട്ട നരബലിയാണ് സതി. ഇപ്പോഴും ഉത്തരേന്ത്യകളിലൊക്കെ അത് നടക്കുന്നുണ്ട്. ഭർത്താവ് മരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പെണ്ണിന്റെ ശാപം കൊണ്ടാണെന്നും പെണ്ണ് വൃത്തികെട്ടൊന്നും കൊണ്ടാണെന്നും അവൾക്ക് തീരെ കുരുത്തല്ലാത്തത് കൊണ്ടാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അവളെ കൂടെ ഭർത്താവിന്റെ ചെതയിൽ ഇരുത്തി പച്ചക്ക് കത്തിച്ച് കളയുന്ന ഒരു ദീനമായ രംഗം. വലിയ കോലും പിടിച്ചിട്ട് പുരോഹിതന്മാര് ചുറ്റുറ നിൽക്കും. സ്വാഭാവികമായും കത്തിയാണ്ട് പിടിക്കുമ്പോൾ പെണ്ണ് ചാടും. കാല് കെട്ടിയിട്ടാലും കൈ കെട്ടിയിട്ടാലും ആ കെട്ടൊക്കെ കരിഞ്ഞു പോകുമ്പോൾ പെണ്ണ് ചാടുമ്പോൾ അതിലേക്ക് തന്നെ ഉന്തി തള്ളിയിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പേരിട്ട് ആദരിക്കും സതീദേവി എന്ന്. ബ്രിട്ടീഷുകാർ വന്ന് കായികമായി നിരോധിച്ചതുകൊണ്ടാണ് അതില്ലാതെയായത്. ഇപ്പോഴും അതിൻ്റെ ആ ഒരു പ്രേതം, അതിൻ്റെ ആ ഒരു മോഹം, നല്ല നിലക്ക് മോശം കിട്ടണമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള വിശ്വാസമുള്ളവർ ഉത്തരേന്ത്യയിലൊക്കെ ധാരാളമുണ്ട്. അൽബറൂനൊക്കെ എഴുതി വെക്കണുണ്ട്. ഇവിടെ വന്നപ്പോൾ കണ്ട ഈ ഒരു മാരകമായ കാഴ്ചയെക്കുറിച്ച്. നരബലിയാണ്. മറിച്ചില്ല താനും പെണ്ണ് മരിച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യ മരിച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവിനെ ചെതയിൽ വെക്കണ പരിപാടി ഇല്ലേനും. ഇത് പാടില്ലെന്നും. ഇനിയിപ്പോ നമ്മൾ ആടിനറുത്താലും അല്ലെങ്കിൽ പശുവിനറുത്താലും അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധത്തിൽ വിതരണം ചെയ്യുമ്പോഴേ അത് പൂർത്തിയാവുള്ളൂ എന്നും പരിശുദ്ധ ഇസ്ലാം പറയാം. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഹജ്ജിന്റെ 37-ാമത്തെ വചനത്തിൽ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറിവ് നടത്തുന്ന ബലിമൃഗത്തിന്റെ മാംസമോ ബ്ലഡോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തണില്ല. ഇതല്ല അള്ളാഹ് കൊടുക്കുന്നത്. അത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണം കൃത്യമായ രീതിയിൽ. അവരത് ഭക്ഷിക്കട്ടെ, അതുകൊണ്ട് അവർ സമൃദ്ധരാവട്ടെ. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ഭയഭക്തിയാണ്. അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ബലിക്ക് തയ്യാറായ ആ ഒരു വിശുദ്ധിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. എന്നുവെച്ചാൽ അള്ളാഹു അതാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ ബലിദാനത്തിന്റെ ആദർശം എന്താണ്? പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനം. ഏറ്റവും ഇഷ്ടമുള്ള ചെലവേറിയ ഒരു ദാനത്തിന് മനുഷ്യൻ തയ്യാറാവണമെന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു വിമോചന മാർഗമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമോചന മാർഗമാണ്. അതൊരു നല്ല വാക്കുകൊണ്ടാണെങ്കിലും തൻ്റെ സഹോദരനെ ആശ്വസിപ്പിക്കുക എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ബലിദാനം കൊണ്ട് എത്ര പേർക്ക് മാംസം ലഭ്യമാകുന്നു. അപ്പോൾ അവിടെ വേറെ തർക്കം വരും, മനുഷ്യൻ മാംസബുക്കാണോ അതോ സസ്യബുക്കാണോ എന്നൊക്കെ. മാംസബുക്കല്ല എന്തായാലും, എന്ന് വെച്ചാൽ ഹിംസ്ര ജന്തുക്കളെ പോലെ എപ്പോഴും മാംസം തിന്ന അതല്ല. പിന്നെ സസ്യബുക്കാണ്, വെറും ഈ പച്ചക്കറിയും വെജിറ്റബിളും മാത്രം തിന്നണം അതുമല്ല. പിന്നെ എന്താ മനുഷ്യൻ? മിശ്രബുക്ക് എന്ന് നമുക്ക് അക്ഷരത്തെറ്റില്ലാതെ പറയാം. അവന്റെ പല്ല് മുതൽ സാധാരണ പശുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന ഈ പരന്ന പല്ലും പിന്നെ ഗ്രൈൻഡ് ചെയ്യാനുള്ള വലിയ പല്ലുകളുമാണ്, അണപ്പല്ലുകളുമാണ്. മനുഷ്യനത് മാത്രമല്ല, പുലിക്കൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ഉളിപ്പല്ലും ഉണ്ട്. എന്നാ പുലിക്കൊക്കെ ഉണ്ടാകുന്ന മാതിരി ഫുള്ള് ഉളിപ്പല്ലുകളാണ് അല്ല. പിന്നെ പശുക്കൾക്കൊക്കെ ഉണ്ടാവും വിധം ഗ്രൈൻഡ് ചെയ്യാനും അങ്ങനെ ഇറക്കാനും ഒക്കെ ഉള്ള അതുണ്ട്.
മനുഷ്യൻ മാംസം കഴിക്കുന്നു, അത് അവൻ്റെ ശരീരം ആഗിരണം ചെയ്യുന്നു. അതിന് വിസർജന രീതിയിലോ അതിൻ്റെ ഉപാപചയ വ്യവസ്ഥയിലോ ഒരു തകരാറും വരുന്നില്ല. മനുഷ്യ ശരീരം തന്നെ മാംസം സ്വീകരിക്കാൻ പ്രാപ്തമാണ്. പുറമേ ഇപ്പോൾ നമ്മളിപ്പോൾ ചില ഈ ബൂസ്റ്റ് ചെയ്യാനുള്ള ചില പൊടികളൊക്കെ വാങ്ങി കലക്കി കുടിക്കുമല്ലോ. ഈ സാധനത്തിനൊക്കെ ഉള്ള കണ്ടന്റ് ആകെ മൊത്തം പരിശോധിക്കുക. ഒരു 95% ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് ടേസ്റ്റിനുള്ള ഇതും കുറച്ച് മധുരവും പിന്നെ കുറച്ച് വിറ്റാമിൻ ഗുളികളിലൊക്കെ ഉണ്ടാകുന്ന സാധനവും. അര കിലോക്ക് ഏകദേശം 400 റുപ്യ വില വരും. നേരെമറിച്ച് അര കിലോ മാംസം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇതിൻ്റെ നേരെ പകുതി വില വരും. ഒരു 100 ഗ്രാം മാംസത്തിൽ നിന്ന് കിട്ടുന്നത് 1 കിലോ അത്തരം പൗഡറുകൾ. ഞാനിങ്ങനെ കമ്പനിയുടെ പേരൊന്നും പറയണില്ല, പരസ്യം ചെയ്ത് നമ്മളെ വീഴ്ത്തുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് മുതൽ ഭയങ്കരമായ ഷുഗറുള്ള ഈ സാധനം കലക്കി കൊടുക്കുകയാണ് നമ്മൾ. നല്ല ബൂസ്റ്റാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ക്രിക്കറ്റുകാരൻ ദൂരക്ക് പന്തടിച്ച് വിടുന്നതിൻ്റെ ഫോട്ടോ വരും. ഈ കമ്പനി ഇപ്പം ഇന്നലെ തുടങ്ങുകയാണ്. ക്രിക്കറ്റുകാരൻ വേൾഡ് ഫേമസ് ആയിട്ട് ഏകദേശം 2 പതിറ്റാണ്ടായിട്ടുണ്ടാവും. മൂപ്പരിത് തൊട്ടിട്ടുണ്ടാവില്ല. പരസ്യം ചെയ്ത് നമ്മളെ തോപ്പിച്ച് ഇത്തരം സംഗതികളുടെ അഡിക്റ്റുകളാക്കി മാറ്റുകയാണ്. പ്രസവിച്ച് കിടക്കുകയാണോ, പോകുമ്പോൾ 2 കുപ്പി ഇത് വേണം നമ്മൾ തീരുമാനിക്കുകയാണ്. കുട്ടിയുടെ ഹിത്താൻ കഴിച്ചിരിക്കുകയാണോ, പോകുമ്പോൾ എന്തായാലും ഇതില്ലാതെ പറ്റൂല നമ്മൾ തീരുമാനിക്കുകയാണ്. അതൊക്കെ നിങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. അത് വലിയ ചെലവേറിയ ആ സാധനം കൊണ്ട് 1 കിലോ കൊണ്ട് കിട്ടുന്ന മൊത്തം പോഷകം ഗുണം ഒരു 50 ഗ്രാം മാംസത്തിൽ നിന്ന് ലഭ്യമാണ്. പിഗ്മികൾ എന്ന് പറഞ്ഞ ടീമുണ്ട്, മനുഷ്യന്മാരെന്നെ. അവർ ഈ ധ്രുവപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണ്. അവിടെ മഞ്ഞ് മാത്രമേ ഉള്ളൂ. അവർക്ക് ആകെ തിന്നാൻ പറ്റുന്ന നീർനായ്ക്കളും സീല് അറിയണ മീനും അങ്ങനെ ചില ജന്തുക്കളെ മാത്രമാണ്. അവിടെ ഫുള്ള് മഞ്ഞാണ്. അവിടെ അങ്ങനെ അടുപ്പൂട്ടി കണ്ട് തീ കൊടുക്കാനൊന്നും പറ്റൂല. പിന്നെ അവരെങ്ങനെ തിന്ന പച്ചക്ക് തിന്നും. എന്നിട്ട് അവർക്ക് ഇതുവരെ ദഹന വ്യവസ്ഥയിൽ യാതൊരു പ്രശ്നമില്ല. നമുക്കുള്ള അത്ര പോലും രോഗങ്ങൾ അവർക്കില്ല. നമ്മൾക്കുള്ള അത്ര പോലും രോഗങ്ങൾ അവർക്കില്ല. പച്ചക്ക് മാംസം തിന്ന് ജീവിച്ചിട്ടും ഇടയ്ക്കൊരു ഇല പോലും തിന്നാൻ പറ്റാഞ്ഞിട്ടും അവർക്ക് നമ്മളെക്കാൾ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കുറവാണ് അവർക്ക്. പിന്നെ മനുഷ്യൻ എന്നാണ് ഇപ്പൊ ഈ ഒരു മാംസ ഭക്ഷണത്തിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയത്? അതൊക്കെ ചില ആഢ്യത്വത്തിന്റെ ഭാഗങ്ങളാണ്. ഞാനതങ്ങനെ വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ അത് സമ്മതിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം മാംസഭക്ഷണം അനുവദിക്കുന്നു. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ മാംസഭക്ഷണത്തെ അനുവദിക്കുന്നുണ്ട്. ഹൈന്ദവ രീതി അനുസരിച്ച് വലിയ മഹർഷിമാരൊക്കെ കാര്യമായിട്ട് കാട്ടിലൂടെ ജീവിച്ചിരുന്നത് മാംസം തിന്നിട്ടാണ്. ഇന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയമായിട്ട് ഋഗ്വേദത്തിൽ പറയുന്ന സോമം, അതിൻ്റെ കണ്ടന്റുകളിൽ പ്രധാനപ്പെട്ട ഭാഗം പശുമാംസമാകുന്നു. പശുമാംസം എങ്ങനെ കഴിക്കണം, ഏത് രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ കുറിച്ച് കൃത്യമായി മനുസ്മൃതിയിലൊക്കെ പറയുന്നുണ്ട്. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ മാംസത്തെക്കുറിച്ച് പറയുന്നു, അതിൻ്റെ രീതി പറയുന്നു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ പറയുന്നു. പിന്നെ ക്രൈസ്തവ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ വിലക്കുള്ളത് പന്നി മാംസത്തിന് മാത്രമാണ്. ബൈബിളിൽ 2 ഇടങ്ങളിൽ കാണാം പന്നിയെ തൊടാൻ പാടില്ല എന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും മാംസം തിന്നാൻ പാടില്ല എന്നും. അതടക്കം എല്ലാ അർത്ഥത്തിലും എല്ലാ മാംസവും ഏകദേശം തിന്നുന്ന ടീമാണ് ആ വിഭാഗം. പിന്നെ ഇടക്കാലത്ത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ അത് ശരിയല്ല, വെറും പച്ചക്കറിൻ്റെ ആളുകളാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചിന്ത വന്നത്. ഇസ്ലാമിലെ ബലി എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, ഏതോ ഒരു നശിപ്പിക്കലല്ലെന്നും അതിൻ്റെ ആത്മാവ്, അതിൻ്റെ ആദർശം മനുഷ്യന്റെ സന്നദ്ധതയെ പരീക്ഷിക്കലാണെന്നും, പിന്നെ കൃത്യമായ രീതിയിൽ അത് വിതരണം ചെയ്യേണ്ട മാർഗം, കരിച്ചു കളയാൻ പാടില്ല, ഹോമകുണ്ടത്തിലിടാൻ പാടില്ല, കൃത്യമായ രീതിയിൽ അത് വിനിയോഗിക്കേണ്ടതിൻ്റെ മാർഗം പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ യനാലല്ലാഹു ലുഹൂമുഹ, ഇതിൻ്റെ മാംസം അവർക്ക് അള്ളാഹുലേക്ക് എത്തൂല, വലാ ദിമാഉഹ, അതിൻ്റെ രക്തം എത്തൂല, വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ സന്നദ്ധതയാണ് റബ്ബിലേക്ക് എത്തിച്ചേരുന്നത്. മൃഗബലിയെ ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യാത്ത കുറെ ടീമുണ്ട്. അവരുടെയൊക്കെ ജീവിത രീതിയിലുള്ള ആരോഗ്യപരമായ വിഷയങ്ങളെ കുറിച്ചുള്ള ചില പഠനങ്ങളുണ്ട്.
പോട്ടെ, മത്സ്യടക്കം ഒന്നും കഴിക്കാത്ത ആളുകൾ, ഒരു ഉദാഹരണം പറയാം, ഈ omega-3 ഫാറ്റി ആസിഡ് തലച്ചോറിന്റെ വികാസത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് പ്രകൃതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്നത് ചെറിയ മീനുകളിലാണ്, മത്തി പോലെയുള്ള ചെറിയ മീനുകളിൽ. അപ്പൊ ഈ ഒരൊറ്റ മത്തി കൊണ്ട് ഒരു കുട്ടിക്ക് ആവശ്യമായ omega-3 ഫാറ്റി ആസിഡ് കിട്ടുമെങ്കിൽ അതിൻ്റെ കുറവ് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ കിലോ കണക്കിന് ചിലപ്പോൾ ലോഡ് കണക്കിന് പച്ചക്കറി തിന്നു കൂട്ടേണ്ടി വരും. എന്നാലും ഇത് കൃത്യമായ രീതിയിൽ ലഭ്യമായെന്ന് വരില്ല. പണ്ട് മുതലേ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മീൻ ഗുളിക ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും നിലവിലുള്ളതാണ് ഈ സാധനം. മുട്ട നമുക്കറിയാലോ, വലിയ പോഷക സമൃദ്ധമായ ഒരു ഭക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടിയാണ് ഈ ലോകത്തെ പടച്ചിട്ടുള്ളത്, ആർമദിക്കാനല്ല, നശിപ്പിക്കാനല്ല, ആവശ്യത്തിന് ഉപകരിക്കാൻ. അതുകൊണ്ട് മുട്ട, പാല് തീരെ തൊടാത്തൊരു സംസ്കാരം. ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് മൂത്രം കുടിക്കണ വേറെ പരിപാടിയുണ്ട്. അതാണ് വലിയ രസം. വലിയ രസം. പാല് വിടൂല, എന്നാൽ മൂത്രം നല്ലോണം കുടിക്കും. നല്ല ഉഷാറില്. പശുവിന്റെ മൂത്രം മാത്രമൊന്നുമല്ല, തൃശ്ശൂരുണ്ട് സംസ്ഥാന സമ്മേളനം വരാൻ പോണു. ഡേറ്റ് ഞാൻ മറന്നുപോയി. അഖില കേരള മൂത്രം കൂടി അസോസിയേഷൻ. ചിരിക്കരുത്, സംഭവിക്കാൻ പോണതാണ്. ഇപ്പൊ അടുത്തുണ്ട് ഈ മൂത്ര ചികിത്സ എന്നൊക്കെ പറഞ്ഞൊരു വൃത്തികെട്ട പരിപാടി ഉണ്ട്. മൂത്ര ചികിത്സ, സ്വമൂത്ര ചികിത്സ. അവിടെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ മൂത്രം ഒഴിക്കുക, ആദ്യം ഇത്തിരി പുറത്തേക്ക് വിടുക, ബാക്കിയൊക്കെ ഗ്ലാസ്സൊക്കെ എടുക്കുക, എന്നിട്ടാണ് കുടിക്കുക. എത്ര പഴകണം അതനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റി കൂടുന്നതാണ്. അങ്ങനെ 30 കൊല്ലം പഴക്കമുള്ള മൂത്രമുള്ളവൻ അതിനെക്കുറിച്ചൊക്കെ ലേഖനം എഴുതിയിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട് ഞാൻ. അത് മുറിയിൽ ഒറ്റിച്ച് അപ്പം മുറി മാറുമല്ലോ. ആ മൂത്രം, സ്വന്തം മൂത്രം പോലും കുടിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും പാടില്ല എന്നാണ് കേട്ടോ ശാസ്ത്രീയമായിട്ട്. മതം ഞാൻ തൽക്കാലം പറയണില്ല. നജസ് ഉള്ളിലേക്ക് എത്താനേ പാടില്ല. ചില ആളുകൾക്കൊക്കെ ഓരോ വൃത്തികെട്ട പരിപാടി ഉണ്ടല്ലോ, കല്ല് വീണ് അല്ലെങ്കിൽ ചെറിയ മുറിയൊക്കെ അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക പാടില്ല. നജസ് അനാവശ്യമായി ശരീരത്തിൽ പുരട്ടാൻ പോലും മതം സമ്മതിക്കണില്ല. നമുക്ക് കൃഷിപ്പണി നടത്തുമ്പോൾ ചാണകിടാനൊക്കെ പറ്റും, അനാവശ്യമായിട്ട് എന്നാ ഞാൻ പറഞ്ഞത്. വെറുതെ നജസ് ശരീരത്തിലോ ഡ്രസ്സിലോ ഒന്നും ആക്കാൻ പാടില്ല. പിന്നെണ്ട കുടിക്കൽ. അപ്പൊ മൂത്രം കുടിക്കാൻ വേണ്ടി, അതും സ്വമൂത്രം കടിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ മൂത്രം പരസ്പരം കുടിക്കാൻ സമ്മേളനം നടക്കുന്ന കേരളത്തിൽ പാലുടിക്കാൻ പറ്റൂല എന്ന് വമ്പിച്ച പ്രചാരണം നടക്കുകയാണ്. ഇതൊക്കെ മിതമായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ, മനുഷ്യൻ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാം. ഏറ്റവും ശാസ്ത്രീയമായ മാംസനിർമ്മാണം ഇസ്ലാമിന്റെ അറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ശ്വാസനാളവും അന്നനാളവും മുറിയണം. അതോടുകൂടെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. പലവിധ ഈ അനാവശ്യ വസ്തുക്കൾ ഈ ബ്ലഡിലാണുള്ളത്, അത് ഒഴുകിപ്പോകണം. പലവിധ അണുക്കൾ ഈ ബ്ലഡിലാണുള്ളത്, അത് ഒഴുകിപ്പോകണം. 100 കിലോ ഉള്ളൊരു പോത്തിനെ അറുത്ത് മാംസം ശരിയാക്കാൻ വിചാരിച്ചാൽ പിന്നെ 70 കിലോനെ ഉണ്ടാവുള്ളൂ. 30 കിലോയോളം ബ്ലഡ് വേസ്റ്റ് ഒഴിവായി പോകും. ഇതില്ലാതിരിക്കാൻ വലിയ വലിയ കമ്പനിക്കാരൊക്കെ തലക്കടിച്ചിട്ടാണ് കൊല്ലുക. തലക്കടിച്ച് കൊല്ലുന്നതോടുകൂടെ ബ്ലഡ് മാംസത്തിൽ സെറ്റായി നിൽക്കും. കനം നന്നായിട്ട് കൂടുന്നു പറയേണ്ട ആളുടെ കനം അങ്ങനെ തന്നെ കിട്ടും. ഈ ബ്ലഡ് ഒഴുകി പോകുന്നതിന്റെ നഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചില ഇലക്ട്രിക് ഷോക്ക് നൽകി പശുക്കളെ കൊല്ലുന്നു. എന്നിട്ട് ആ മാംസം അങ്ങനെ തന്നെ വിതരണത്തിലേക്ക് എത്തിക്കുന്നു. അൽ കബീർ പോലെയുള്ള മാംസം പശുവിനെ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ നടത്തുന്ന വലിയ മാംസ നിർമ്മാണ കമ്പനികൾ, വലിയ മാംസ നിർമ്മാണ കമ്പനികളൊക്കെ ചെയ്യുന്ന അറവ് രീതി ഇതാണ്, അല്ലെങ്കിൽ കൊല്ലൽ രീതി ഇതാണ്. പശു ഇങ്ങനെ ചെന്നിട്ട് തല വെച്ച് നിൽക്കും, അങ്ങനെ ഒരു കുടുക്കയ സാധനം. അപ്പോൾ ഒരു ഹാമർ വന്ന് തലയിൽ വീഴും, ഉടനെ തന്നെ പശുവിന് താഴേക്ക് പോകും, പിന്നെ തോലൊക്കെ പൊളിഞ്ഞ് മാംസമായിട്ട് ഇങ്ങനെ വരും. ഇസ്ലാം അവിടെയും മനുഷ്യനോടൊപ്പം നിൽക്കുന്നു. പിന്നെ ഏറ്റവും ലളിതമായ അറവ് രീതിയും ഇതാണ്. തലക്കടിച്ചിട്ട് പടഞ്ഞ് അല്ലെങ്കിൽ വല്ലാതെ ശ്വാസം മുട്ടിച്ചാവണത്, അല്ലെങ്കിൽ തല നിലത്ത് കുഴിച്ചിട്ടിട്ട് ശ്വാസം മുട്ടിച്ചാവണത്, ഇതൊന്നുമല്ല മൃഗത്തെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതി. ഒരൊറ്റ വലിക്ക് ഈ അന്നനാളവും ശ്വാസനാളവും മുറിയണം. അതോടെ തലച്ചോറുമായുള്ള ബന്ധം മറ്റുപോകുന്നു. പിന്നെ വേദന അനുഭവിക്കാൻ കഴിയില്ല. വേദന അനുഭവിക്കുന്ന തലച്ചോറിൽ നിന്ന് മെസ്സേജ് കൊടുത്തിട്ടാണ്. നമ്മളിപ്പോൾ ചില ഈ തലവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ
വേഗം മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ വല്ല പെയിൻ കില്ലറും വാങ്ങി തിന്നാൽ എന്താ സംഭവിക്കുന്നത്? അത് വയറിലെത്തി കുറച്ചാകുമ്പോഴേക്ക് തലവേദന മാറും. തലവേദന അങ്ങനെ തന്നെ ഉണ്ട്. തലവേദന അനുഭവിക്കണമെന്ന് തലച്ചോറിൽ നിന്ന് ശരീരത്തിലേക്ക് മെസ്സേജ് പോകുന്ന ആ ലിംഫ് തൽക്കാലം തളരും. അതോടെ വേദന അനുഭവിക്കാൻ കഴിയില്ല. ഒറ്റ വലിയിൽ നമ്മൾ ഇതിനറുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നല്ല നിർബന്ധം പറഞ്ഞു. കറവ നടത്തുന്ന സമയത്ത് നഖം മുറിക്കാൻ പറഞ്ഞു. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കാൻ പറഞ്ഞു. ഒരാടിനെ വീഴ്ത്തിയിട്ട് അതിന്റെ 2 കാലിലും ഇങ്ങനെ കാല് കയറ്റി വെച്ച ഒരാൾ കത്തി ഇങ്ങനെ മുറിച്ചു കൂട്ടുമ്പോ ഹബീബായ നബി തങ്ങൾ അവിടെ എത്തി. കാരുണ്യത്തിന്റെ ദൂതൻ ചോദിക്കണത്, എന്തിനാണ് ആ സാധുമൃഗത്തെ 2 പ്രാവശ്യം അറുക്കണമെന്നാണ്. 2 പ്രാവശ്യത്തെ അറുക്കണം എന്തിനാണ്? കാരണം ഈ കത്തിയൊക്കെ മുറിച്ചു കൂട്ടുമ്പോ അതിനിങ്ങനെ അറവ് ഫീൽ ചെയ്യാണ്. പിന്നെ അറക്കലും എന്തിനാ 2 പ്രാവശ്യം ഇറക്കുന്നു എന്നാണ്. അപ്പൊ മൃഗത്തോട് ഏറ്റവും കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്നു. നമ്മളൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കുക. ഈ മൃഗബലി സമ്പൂർണ്ണമായി നിരോധിച്ച സ്റ്റേറ്റുകളുണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. എന്താ അവിടെ സംഭവിക്കുന്നത്? പശുക്കളെ കൊണ്ട് ജീവിക്കാൻ കഴിയണില്ല. എപ്പോഴും റോഡുകൾ മൊത്തം ട്രാഫിക് ജാമിൽ പെടുന്നു. എന്തുകൊണ്ട്? പശുക്കൾ കിടക്കുന്നുണ്ടാവും, കൂട്ടായിട്ട് കിടക്കുന്നുണ്ടാവും. അവിടുത്തെ അങ്ങാടികളിൽ പശുക്കൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പച്ചക്കറിക്കടയിലേക്ക് കൂട്ടമായി വന്നിട്ട് തിന്നുപോണ്. ടെക്സ്റ്റൈൽസിലേക്കും ജ്വല്ലറിയിലേക്കും ഗ്ലാസ് കുത്തിയിട്ടിട്ട് കയറി വരുന്നു, വിസർജിക്കുന്നു. ഒരു കടക്കാരൻ രാവിലെ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് കൊട്ടയും കൈക്കോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ചാണകം കോരലാണ്. എന്തേ സംഭവിച്ചേ? കറവ പറ്റിക്കഴിഞ്ഞാൽ അറക്കാൻ പറ്റുന്നില്ലെങ്കിൽ കറവ പറ്റിയ ഈ ഒരു പശുവിനെ സംരക്ഷിക്കുന്നത് കൊണ്ട് കർഷകനൊരു ഗുണമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. മെല്ലെ കൊണ്ടുപോയി അഴിച്ചുവിടും. പിന്നെ അത് സമൂഹത്തിന്റെ ബാധ്യതയാകും. സത്യം പറഞ്ഞാൽ അടുത്ത പശുവിനെ വാങ്ങാൻ ഈ പശുവിനെ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടുമായിരുന്നു. പക്ഷെ അത് സമ്മതിക്കൂല. പിന്നെന്ത് ചെയ്യണം? അതിനെ അഴിച്ചുവിടണം. ഒരു കറവില്ലാത്ത പശുവിനെ പോറ്റിക്കൊണ്ടാരായിരിക്കുക. എന്നിട്ട് പശുവിന് ആധാർ ഉണ്ടാക്കുക. പശുവിൻ്റെ മുഖമൊക്കെ സ്കാൻ ചെയ്ത് ആധാർ ഉണ്ടാക്കുക. എന്നിട്ട് പശുവിനെ ആരെങ്കിലും അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആരാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവെക്കുക. ഇതിനെ നോക്കണം, വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ അപ്രായോഗികമാണ്. പശുക്കൾ എത്രമേൽ വർദ്ധിച്ചു വരുന്നോ ആ നാട്ടിൽ ജീവിതം അത്രമേൽ ദുസ്സഹമാകും. പശു ഉള്ളിക്കെടുക്കണതും ഓക്സിജൻ, പുറത്തേക്ക് വിടുന്ന കാർബൺ അല്ല, അതും ഓക്സിജൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പശുവിന്റെ പാലിൽ സ്വർണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ തള്ളു മാത്രാണ്. അവിടെ ഏറ്റവും സുതാര്യമായ പരിഹാരം മാംസഭക്ഷണത്തെ അനുവദിക്കൽ മാത്രമാണ്. കറവറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ മാംസത്തിന് ഉപയോഗപ്പെടുത്തണം. എന്നാൽ കർഷകന് വലിയൊരു ഗുണം കിട്ടും. സാമൂഹികമായി വലിയ ഈ പ്രശ്നങ്ങളില്ലാതെയാകുകയും ചെയ്യും. അപ്പൊ ഇസ്ലാമിലെ ബലിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങയെ പരിഹസിക്കുന്നവൻ, അങ്ങയെ ആക്ഷേപിക്കുന്നവൻ അവനാണ് പരമ്പരയറ്റവൻ. മാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഖാസിം റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ റസൂലിന് വല്ലാതെ താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ ഓമന പേരായിരുന്നു അവിടുന്ന് നിശ്ചയിച്ചത് അബൂ ഖാസിം എന്നാണ്. സമ്മു ബിസ്മി, എൻ്റെ പേര് നിങ്ങൾ ഇട്ടോളൂ, വലാത്ത കുന്നൂബി കുഞ്ഞത്തി, എൻ്റെ ഓമന പേര് അബുൽ ഖാസിം എന്ന് നിങ്ങൾ ആരും ഇടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അബുൽ ഖാസിം എന്ന് പേരിടാൻ പറ്റും. അബുൽ ഖാസിം കാരണം മുത്തറസൂലിന്റെ ഓമന പേര്, അത് അവിടത്തേക്ക് മാത്രം ഉണ്ടാവേണ്ടതാണ്. പണ്ഡിതന്മാരിത് വിശദീകരിക്കുന്നുണ്ട്. ഖാസിം എന്ന് മോനുള്ള ആൾക്ക് പറ്റും, മറ്റേയാൾക്ക് പറ്റൂല, അല്ലെങ്കിൽ ഇയാൾക്ക് പറ്റൂല, മറ്റേയാൾക്ക് പറ്റും, ഇങ്ങനൊക്കെ വിശദീകരണമുണ്ട്. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ട ഓമന പേരായിട്ട് തെരഞ്ഞെടുത്തതായിരുന്നു ഖാസിം, അബുൽ ഖാസിം. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ആസിബിന് വായിൽ എന്ന് പറയുന്ന നിഷേധി പറഞ്ഞു, മുഹമ്മദിനെ വിടി, റജുലുൻ ഫഇന്നഹു റജുലുൻ അബ്തർ ലാ അഖബലഹു. അതൊരു ദുരന്തം പിടിച്ച മനുഷ്യനാണ്. അയാൾക്ക് തീരെ പിന്തുടർച്ചക്കാരില്ല. ഫൈദാ ഹലക്ക്, മുഹമ്മദ് നബി എങ്ങാനും മരിച്ചാൽ ഇൻഖത്താ ദിക്റുഹു, ഉപ്പരെ കുറിച്ചുള്ള പരാമർശം തന്നെ പോയില്ലേ, മോനില്ലല്ലോ. അവസാനം ഉണ്ടായിരുന്നൊരു പുത്രൻ അതും പോയല്ലോ. ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടായിരുന്നു, അത് പോയി. അബ്ദുല്ലാഹ് എന്ന് പറയുന്ന മോനുണ്ടായിരുന്നു, അതും മരിച്ചു.
അവസാനം മുത്തറസൂലിന്റെ പ്രതീക്ഷയായി വളർന്നു വന്നിരുന്ന ഖാസിം റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ ആസിബിന് വായിൽ എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, മുഹമ്മദിന്റെ കാര്യം പിടി, കാരണം കുറ്റിയേറ്റുപോയല്ലോ, പരമ്പരല്ലല്ലോ, മൂപ്പരങ്ങട് മരിക്കണോടുകൂടെ കഴിഞ്ഞല്ലോ മൂപ്പരെ കുറിച്ചുള്ള പരാമർശങ്ങളും മൂപ്പരുടെ മറ്റ് സംഗതികളുമൊക്കെ. ആ സമയത്താണ് പടച്ചറബ് മുത്തറസൂലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇന്ന അഴ്ത്തേനാക്കൽ കൗസർ, അങ്ങക്ക് കൗസർ നൽകിയിട്ടുണ്ട്, അങ്ങക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. മുത്തറസൂലെ അങ്ങയെ ഇങ്ങനെ ആക്ഷേപിച്ചവൻ ഹുവല്ല ബുത്തർ, അവനാണ് കുറ്റിയറ്റവൻ, അവനാണ് പരമ്പരയറ്റവൻ. ചരിത്രത്തിന്റെ ഇങ്ങേ തലയിൽ ഹബീബായ മുത്തറസൂലിനെ പറയാത്ത നിമിഷം ലോകത്ത് എവിടെയും സംഭവിക്കുന്നില്ല. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കാത്ത ഒരു ലോകത്ത് ഒരു ഭാഗവുമില്ല. ഹബീബായ നബി തങ്ങളുടെ മേൽ മഹത്വം പറയാത്ത ഒരു ദിവസവും കഴിഞ്ഞു പോകുന്നില്ല, ഒരു നിമിഷവും കഴിഞ്ഞു പോകുന്നില്ല. ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നബി തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് കണ്ണ് നിറയുന്ന കോടാനുകോടി ജനങ്ങൾ എന്നും എന്നും ജീവിക്കുന്നു. അവിടുത്തെ കുറിച്ച് കേൾക്കാൻ വലിയ താല്പര്യത്തോടുകൂടെ കാതുകൂർപ്പിച്ചു നിൽക്കുന്ന സമൂഹം ചരിത്രത്തിൽ ഇതുവരെയും നിലനിന്നിരിക്കുന്നു. ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയാത്ത ലോകത്തൊരു നിമിഷവും കടന്നു പോണില്ല. അവിടത്തേക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവർ ഒന്നും രണ്ടും അല്ല, ലക്ഷക്കണക്കിന് അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ. നേരെ മറിച്ച് ഈ ആസിബിന് വായിലോ, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെങ്ങായി ഉണ്ട് എന്ന് നിങ്ങളൊക്കെ ചിലരൊക്കെ കേട്ടത്. ഞാനത് അവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങനെ ചെങ്ങായി ഉണ്ടായിരുന്നു നീ വലിയ സദസ്സിൽ ചിലരെങ്കിലും കേട്ടത്. കർബലയുടെ രക്തക്കണം നമുക്കറിയാം. കർബലയിൽ മഹാനായ റസൂലിന്റെ കുടുംബത്തെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒക്കെ മരണപ്പെട്ടു. എന്നാലും 2 കുട്ടികൾ ബാക്കിയായി, സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അടക്കം. അവരിലൂടെ ആ പരമ്പര ലോകത്ത് ഇന്നും മാതൃകയായി, ആശ്വാസമായി, സമൂഹത്തിന് രക്ഷയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആസിബിന് വായിലിന്റെ പരമ്പര ലോകത്ത് എവിടെങ്കിലും ആർക്കെങ്കിലും അറിയോ? ഹുവല്ല ബുത്തർ, അവനാണ് കുറ്റിയറ്റവൻ. ഈ കർബല എന്നൊക്കെ പറഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിലെ വല്ലാത്തൊരു കണ്ണീർ കയാൻ എന്ന് കരുതി നമ്മുടെ നാട്ടിലൊക്കെ ഈ കർബല എന്ന് പറഞ്ഞ് പാടി പറയണത് വിശ്വസിക്കുകയേ ചെയ്യരുത്. ഇത് ആരെങ്കിലും എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഷിയാക്കൾ അവരുടെ ആദർശത്തിന് ഊക്ക് കിട്ടാൻ വേണ്ടി നിർമ്മിച്ച കുറെ കള്ള കഥകളുടെ വർണ്ണനകളാ ഇന്ന് കാണുന്ന കർബല കഥാപ്രസംഗങ്ങളുടെയൊക്കെ പല ഭാഗവും. ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കർബല വായിച്ചാൽ അങ്ങനൊന്നുമല്ല കർബലയുടെ മുഖം. അത് മറ്റൊന്നാണ്. അതുകൂടെ സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ കേൾക്കണതൊന്നും അങ്ങനെ തന്നെ വിശ്വസിച്ചുകൂടാ. പ്രത്യേകിച്ച് ഈ കഥാപ്രസംഗങ്ങളിലൊക്കെ അങ്ങനെ വർണ്ണിച്ചു പറയാൻ വേണ്ടിയിട്ട് അതിൽ എന്തൊക്കെ ചവറുകളാണ് കയറിക്കൂടുക എന്നുള്ളത് ചരിത്ര ഗ്രന്ഥങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിച്ചാലേ അറിയുള്ളൂ. കർബലയുടെ പേരിൽ ഉള്ള കഥാപ്രസംഗങ്ങളിൽ പ്രത്യേകിച്ചു. എന്തായാലും കർബലയിൽ അത്രമേൽ ഈ മുത്തറസൂലിന്റെ കുടുംബം പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും ഞാൻ ഈ പറഞ്ഞ മഹാന്മാരൊക്കെ രക്ഷപ്പെടുകയും അവർ വഴി ആ സമൂഹം നിലനിന്നു വരികയും ചെയ്തു. നമ്മുടെ നാട്ടിലെ ചില വിദേഹത്തേർക്കൊക്കെ കർബല യുദ്ധത്തിൽ എല്ലാവരും തീർന്നു, അതുകൊണ്ട് നബിന്റെ കുടുംബം കുറ്റിയേറ്റു എന്ന് പറയണതിൽ എന്തോ ഒരു സന്തോഷമാണ്. അതൊക്കെ ആസിബിന് വായിലിന്റെ പിൻഗാമികളാണ്. റസൂല് കുറ്റിയേറ്റു എന്ന് പറയാൻ എന്തൊരു ആവേശം ആസിന്. അപ്രകാരം തന്നെ അതിപ്പോഴും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഈ ഉമ്മത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, തറക്തു ഫീക്കും അംറൈൻ, നിങ്ങളിൽ 2 കാര്യം ഞാൻ ഉപേക്ഷിച്ചു, കിതാബുല്ലാഹ് വ സുന്നത്തു റസൂലി. അങ്ങനെ ഒരു ഹദീസ് നമുക്കൊക്കെ അറിയാം. ഇതേ രീതിയിൽ അവിടുന്ന് പറയുന്നുണ്ട്, തറക്തു ഫീക്കും അംറൈൻ, നിങ്ങളിൽ 2 കാര്യം ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, കിതാബുല്ലാഹ് വ അഹ്ലു ബൈത്തി, കിതാബുള്ളയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബവും നമുക്ക് അവലംബമായി അള്ളാഹുവിൻ്റെ റസൂൽ ഉപേക്ഷിച്ച് പോകുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് യഥാവിധി പഠിക്കണം, അവരെ മാനിക്കേണ്ട വിധം മാനിക്കണം. ഡോക്ടർ അബ്ദു യമാനി ഒരാധുനിക പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഒരു കിതാബ് തന്നെ, അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് ആലി ബൈത്ത് റസൂലില്ലാ. കിതാബിന്റെ പേരെന്താ? അല്ലിമു ഔലാദക്കും, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിക്കണം മഹബ്ബത്ത് ആലി ബൈത്ത് റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കാൻ. അദ്ദേഹത്തിന് കുറേ ഗ്രന്ഥങ്ങളുണ്ട്, വളരെ വികാരോജ്വലമായ ഗ്രന്ഥം.
ഹാദിഹി ഫാത്തിമത്തു സഹറ, ഒരു കിതാബിന്റെ പേരതാ. ഹാദിഹി ഫാത്തിമത്തു സഹറ, ഇതാ മുത്തറസൂലിന്റെ പൊന്നാരമോൾ ഫാത്തിമ സഹറ, കിതാബിന്റെ പേരതാണ്. ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കാനാണ് ഈ വചനങ്ങൾ ഇറങ്ങിയത്. ഖുർആനിന്റെ വെല്ലുവിളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് വൻഹർ. ഖുർആനിൽ പറയുന്ന അറവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുള്ളതാണ്. ചെറിയ അധ്യായമാണെങ്കിലും നിരവധിയായ ആശയങ്ങൾ ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന ഖുർആനിലെ ഒരു വലിയ അധ്യായം തന്നെയാണത്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറയുന്ന, അവിടുത്തെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന അധ്യായം. റസൂൽ തങ്ങളോടൊപ്പം അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യം നമ്മൾ നിർത്തിയതാണ്, ഇന്നെന്തായാലും നമ്മൾ നിർത്തുകയാണ് ഹജ്ജിൻ്റെ മുന്നോടിയായിട്ട്. അടുത്ത വെള്ളിയാഴ്ച രാവിലെ ഞാനും കാക്കല്ലേ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു ഫ്ലൈറ്റിലല്ലേ ഇൻഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിലെ ആടിന് 2 വയസ്സ്, നെയ്യാടിനാണ് 1 വയസ്സ്. നെയ്യാട് നമ്മളവിടെ ഇല്ല, ചെമ്മരിയാടിൻ്റെ ഒരു ടൈപ്പാണ്. ആ ബാക്കിൽ ഇങ്ങനെ ഒരു ഉണ്ടെണ്ണ ഉണ്ടാവും, നിങ്ങൾ ഗൾഫിലെ മാർക്കറ്റിലൊക്കെ പോയാൽ കാണാം. അതിനാണ് 1 വയസ്സ്. നമ്മുടെ നാട്ടിലുള്ള ആടിനെ പറ്റി കോലാട് എന്നാ പറയാം, അതിന് 2 വയസ്സാണ്. നമ്മൾ ഒരു പോത്തിൽ 7 ആൾ കൂടുന്നതിനേക്കാൾ നല്ലത് ഒരാടിനെ സ്വന്തം ഇറക്കലാണ് കേട്ടോ. ഒരു പോത്തിൽ 7 ആൾ കൂടുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മദ്ഹബിൽ അത് ശക്തമായ സുന്നത്താണ്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ കഴിവുള്ളവൻ ഉളുഹിയത്ത് അറുക്കൽ നിർബന്ധമാണ്. പെരുന്നാളിൻ്റെ അന്ന് ഞാനൊരു മസലക്ക് കയറായിരുന്നു. പെരുന്നാളിൻ്റെ അന്ന് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമൽ ഉളുഹിയത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ 2700 രൂപയ്ക്ക് ഷെയർ കിട്ടും കേട്ടോ. നമ്മളൊരു വിദ്യാർത്ഥി അവിടെ വലിയ ദഅവത്ത് നടത്തുന്നുണ്ട്, പള്ളിയും മദ്രസും കുറേ സംഗതിയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ മൂപ്പരിനെ ബന്ധപ്പെട്ടിരുന്നു. 2700 മതി പോത്തിന്, ഒരു ഷെയറിന് 17,000-നൊക്കെ കിട്ടുമല്ലോ നല്ല വലിയ പോത്തുകൾ. ഏതായാലും അറുത്തിരിക്കണം. നമ്മുടെ ഈ തെക്ക് ഭാഗത്ത് കോട്ടയത്തും പത്തനംതിട്ടയിലൊക്കെ അറിവിന് സാധ്യത ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ടീമൊക്കെ കുറേ അവിടെ ഇറക്കാറുണ്ട്. അന്ന് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യമാണ്. ഉദയത്തിൽ നമ്മൾ 2 വരെയൊക്കെ കൂടാം, ഒന്ന് അക്കീക്കത്തായിട്ട് കൂടാം, ഒന്ന് ഉദയത്തായിട്ട് കൂടാം. ഒരു കൂടിയിട്ട് അത് അക്കീക്കത്താക്കാം. നമ്മുടെ ഫിഖയിൽ, ഷാഫി ഫിഖയിൽ, അബൂ ഹനീഫ ഇമാമിന്റെ ഫിഖയിൽ ഉദയത്ത് 7 ആൾ കൂടുമ്പോൾ 7 ആളും ഉദയത്ത് തന്നെ കരുതണം, ഒരാൾ അക്കീക്കത്ത് അങ്ങനെ കരുതാൻ പാടില്ല. ഈ സംയുക്ത അറിവ് നല്ലതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറേ ആൾക്കാരേക്കുന്ന പൈസ വാങ്ങി അതിന് കിട്ടുന്ന പോത്തിനെ കൊണ്ടുവരാൻ പറ്റില്ല. സംയുക്ത അറിവ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ അതിൻ്റെ വിതരണത്തിനൊക്കെ ഏറ്റവും നല്ലത് സംയുക്തമായിട്ട് ഇറക്കലാണ്. മഹലിലോ അല്ലെങ്കിൽ സംഘടനകളൊക്കെ കൂടിയിട്ട് സംയുക്തമായിട്ട് ഇറക്കുക. അപ്പോൾ 7 ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഒരു പോത്ത് ഓലതാക്കുക. അപ്പോൾ അതിൽ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഒരു 70,000 റുപ്യക്ക് ഒരു പോത്തിനെ വാങ്ങിയാൽ ആ ഒരിയിൽ ഓരോരുത്തർക്ക് എത്ര ഉണ്ടാവും? 10,000 ഉണ്ടാവും അല്ലേ? 1,40,000 വാങ്ങുകയാണെങ്കിൽ ആ ഒരിയിൽ ഓരോരുത്തർക്ക് 20,000 ഉണ്ടാവും. മൊത്തം മാലിന്യം പറ്റി പൈസ പിരിച്ചു. ഓഹരിക്കോല ഏകദേശം കണക്കാക്കി 15,000. അങ്ങനെ 15,000 കുറേട് വന്നു. അതുകൊണ്ട് ചന്തയിൽ പോയിട്ട് കിട്ടണ അത്ര പോത്തിട് വാങ്ങി വന്നു. ഒരാളുടേതും ഉദയത്താവൂല, ഒരാളുടേതും ഉദയത്താവൂല. പിന്നെ എല്ലാവരുടെയും ഒരു സദക്കാവും, അതിനുള്ള കൂലി കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആൾക്കേ ഷെയർ ഇടാൻ പറ്റുള്ളൂ. ഇപ്പം മഹലിൽ 100 ആൾ കൂടി നിർത്തിക്കോളൂ. 100 ആൾ കൂടിയ പൈസ കൊണ്ട് 10 പോത്തിനെയും കൊണ്ടുവന്നൊന്നും കരുതിക്കോളൂ. ഈ ഓരോ പോത്തിലും 100 ആൾ ഷെയർ ഉണ്ട്. അതാണ് പ്രശ്നം. ഓരോ പോത്തിലും 100 ആൾ ഷെയർ ഉണ്ട്. പരമാവധി 7 ആൾക്കേ ഷെയർ കൂടാവൂ. 7 ആയിട്ടില്ലായിരുത്തി അന്തം മുട്ട് കിടക്കൊന്നും വേണ്ട. 5 ആൾക്ക് കൂടാ, 2 ആൾക്ക് കൂടാ. ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഇറക്കണം. ഒരു സാമൂഹിക ബാധ്യതയുണ്ട്. ഒരു വീട്ടിൽ ഒരാളെങ്കിലും വാപ്പറക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഉള്ള ഒരു ബാധ്യത ഒഴിഞ്ഞു പോകും. ഓക്കെയാണ്. അപ്പോൾ തീർന്നല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ മക്കത്ത് എത്തിയിട്ടുണ്ട്, മദീനയിൽ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ആഫിയത്തോടു കൂടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. പിന്നെ പലരും പോകാൻ ഈ വേദിയിൽ തന്നെ കരുതി നിൽക്കുന്നുണ്ട്, ഞാനടക്കം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹജ്ജും ഉംറയും നിരവധി തവണ ചെയ്യാൻ ആഫിയത്തോടെ മടങ്ങി വരാൻ തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് വന്ന അപാകങ്ങളും പാപങ്ങളും പടച്ച റബ്ബവൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. പ്രത്യേകം പറയാനുള്ളത്, ഏകദേശം കുറേ ആയി നമ്മളിങ്ങനെ ഒന്നിച്ച് ബന്ധപ്പെടൽ തുടങ്ങിയിട്ട്. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്നിൽ നിന്ന് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ഞങ്ങൾ മടങ്ങി വരുവോളം നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. ദുആ പിന്തുണ. കഠിനമായ ചൂട്, ലോകത്തെ ഏറ്റവും കൂടുതൽ ചൂട് മിനിഞ്ഞാന്ന് കുവൈത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. കുവൈത്ത് സൗദി എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്താ.
വലിയ വ്യത്യാസമല്ല. അപ്പോൾ ചൂടില്ലാതിരിക്കാൻ, പനിയില്ലാതിരിക്കാൻ, പല ജാതി പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ലാതെ ഖൈറായി ഇതൊക്കെ നിർവഹിക്കാനും നമ്മുടെ പതിവ് രീതികളിലേക്കൊക്കെ മടങ്ങിയെത്താനും ആഫിയത്തുണ്ടാവാനും നിങ്ങളുടെ ദുആപരമായ പിന്തുണ വേണം. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് മാസം വലിയ അമലൊക്കെ ചെയ്യേണ്ട മാസമാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോ സന്ദർഭത്തിലും നിങ്ങളെ ഓർക്കാൻ ശ്രമിക്കാം, ദ്വാരക്കാൻ ശ്രമിക്കാം. അല്ലാഹു നമുക്കൊക്കെ പരസ്പരം അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.